ഹായ് മക്കളെ, നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാൻ പോവാണ്. 50ഓളം ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് BaCO3 വിച്ച് കണ്ടെയ്ൻ 1.5 മോൾ ഓഫ് ഓക്സിജൻ ആറ്റം. നമുക്കിത് കണ്ടാൽ അറിയാം 3 മോൾ ഓക്സിജൻ ആറ്റത്തിന് ഒരു BaCO3 മതി അല്ലേ. 3 മോൾ ഓക്സിജൻ ആറ്റത്തിന് ഒറ്റ മോൾ BaCO3 മതി. 1 മോൾ എന്ത് മതി, BaCO3 മതി. 1 മോൾ BaCO3 മതി. അങ്ങനെയാണെങ്കിൽ 1.5 മോൾ ഓക്സിജൻ എത്ര വേണ്ടി വരുടാ, പെട്ടെന്ന് പറഞ്ഞേ. 3ന് 1 ആണെങ്കിൽ 1.5ന് എത്ര മതി, 0.5 പോരെ. 3ൻ്റെ പകുതിയില്ല 1.5, അപ്പോൾ 1ൻ്റെ പകുതി എത്ര, 0.5 BaCO3 മതി. അപ്പോൾ ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്, ഓപ്ഷൻ 1 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അറ്റോമിക് മാസ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ചേഞ്ച്ഡ് ബൈ മെൻ്റലീവ്. ഇതിൽ ആരുടെ അറ്റോമിക് മാസ്സാണ് മാറ്റിയത്, ഇതൊക്കെ നമ്മൾ ആൾറെഡി ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ആരുടേതാണ്, ബെർലിയത്തിൻ്റെത് കേട്ടോ. ഓപ്ഷൻ 3 മാർക്ക് ചെയ്യാം. ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 53. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് കോഡ് ഓഫ് ഗിവൺ ബിലോ ദി ലിസ്റ്റ്. അതായത് അറ്റോമിക് നമ്പർ വന്നിട്ടുണ്ട്, അയാൾ ഏത് ബ്ലോക്കിലാണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നോബിൾ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പർ വെച്ചിട്ട് ബാക്കിയുള്ള ഏതൊരാളുടെയും പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. മക്കളെ, നോബിൾ ഗ്യാസിൻ്റെ എല്ലാവരും മക്കൾക്ക് അറിയണം. ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, ക്രിപ്റ്റോൺ ഉണ്ട്, ക്സെനോൺ ഉണ്ട്, പിന്നെ റഡോൺ ഉണ്ട്. റഡോണിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, ഈ ക്വസ്റ്റ്യനിലില്ല. ഇയാളുടെ അറ്റോമിക് നമ്പർ 2 ആണ്, ഇയാളുടെ 10 ആണ്, ഇയാളുടെ 18 ആണ്, ഇയാളുടേത് 36 ആണ്, ഇയാളുടേത് 54 ആണ്, ഇയാളുടേത് 86 ആണ്. ഇതൊക്കെ അറിയാം, മാജിക് നമ്പേഴ്സ്. ആദ്യം 8 ആഡ് ചെയ്യുക, പിന്നെ 8 ആഡ് ചെയ്യുക, 18 ആഡ് ചെയ്യുക, 18 ആഡ് ചെയ്യുക, 32 ആഡ് ചെയ്യുക. അപ്പോൾ ഇത് എവിടെയാടാ, ഗ്രൂപ്പ് 18 അല്ലേ. എന്ത്, നോബിൾ ഗ്യാസ് അവസാനത്തെ ഗ്രൂപ്പിലല്ലേ, 18. നമുക്ക് നോക്കാം. 52 ആണെങ്കിൽ ഏതായിരിക്കും വരിക മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 54 18th ഗ്രൂപ്പാണ്. ഇപ്പോൾ 53യോ 7, നമ്മൾ അറ്റോമിക് നമ്പറിനനുസരിച്ചല്ല അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ അറേഞ്ച് ചെയ്യാറുള്ളത്. ഇപ്പോൾ 54 18th ഗ്രൂപ്പ് ആണെങ്കിൽ 53 17th ഗ്രൂപ്പ്, 52 ഏതായിരിക്കും 16th ഗ്രൂപ്പ്. 16th ഗ്രൂപ്പ് ഏത് ബ്ലോക്കാണ്, പി ബ്ലോക്കാണ്. അതുകൊണ്ട് 52 എന്നുള്ള ആൾ ഏത് ബ്ലോക്ക് ആയിരിക്കും, പി ബ്ലോക്ക് ആയിരിക്കും, പി ബ്ലോക്ക് ആയിരിക്കും. ഓക്കെ, ഞാൻ അടുത്ത് 56 മക്കളെ. 54 18th ഗ്രൂപ്പ് അല്ലേ, അതോടെ ആ ഗ്രൂപ്പ് കഴിഞ്ഞു. ഇനി അടുത്തൊരാളുണ്ടെങ്കിൽ അതെങ്ങോട്ട് വരണം, ഫസ്റ്റ് ഗ്രൂപ്പിലോട്ട് തന്നെ വരണം. അപ്പോൾ 55 ഫസ്റ്റ് ഗ്രൂപ്പ്, 56 സെക്കൻഡ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം എസ് ബ്ലോക്ക്. അതുകൊണ്ട് 56 അങ്ങോട്ട് മാച്ച് ചെയ്യണം, എസ് ബ്ലോക്കിലോട്ട് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ഇനി അടുത്ത 57. എടാ 50 സെനോണാണ് 54. 54 ഏതാ, ഗ്രൂപ്പ് 18. ഞാൻ അങ്ങോട്ട് ഗ്രൂപ്പില്ല. ഇനി 55 ആകുമ്പം ഫസ്റ്റ്, 56 ആകുമ്പോൾ സെക്കൻഡ്, 57 ആകുമ്പോൾ തേർഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പ് ഏതാ, ഡി ബ്ലോക്ക് അല്ലേ. അപ്പോൾ 57 അങ്ങോട്ട് മാച്ച് ചെയ്യണം, ഡി ബ്ലോക്കിലോട്ട് മാച്ച് ചെയ്യണം. 60 നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. 58 തൊട്ട് 71 വരെയുള്ള ആൾക്കാർ എഫ് ബ്ലോക്കാണ്. ഓക്കെ, ലാന്തനോയിഡ്സാണ്. അടുത്ത 90 തൊട്ട് 103 വരെയുള്ള ആൾക്കാർ ആക്ടിനോയിഡ്സാണ്, അതും എഫ് ബ്ലോക്കാണ്. അപ്പോൾ എഫ് ബ്ലോക്കിന് നിങ്ങൾ പഠിക്കണം എന്ത്, 58 തൊട്ട് 71 വരെയും 90 തൊട്ട് 103 വരെയുള്ള ആൾക്കാരൊക്കെ എന്താണ്, എഫ് ബ്ലോക്ക് എലമെൻറ്റാണ്. അപ്പോൾ 60 എന്താണ്, എഫ് ബ്ലോക്ക് എലമെൻറ്റാണ്. അപ്പോൾ അതിനെ പറ്റി ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ഓപ്ഷൻ 1 നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പർ ആർ നോട്ട് പോസിബിൾ. മക്കൾ നോക്കിക്കേ, നമുക്ക് ഓപ്ഷൻ 3 നോക്കാം. ഓപ്ഷൻ 3 ആണ് ആൻസർ. കാരണം എന്താ, n 1 വരുമ്പം L ഒരിക്കലും 1 വരില്ലല്ലോ. Lൻ്റെ വാല്യൂ എന്താ, 0 തൊട്ട് n-1 വരെ. അതായത് n 2 ആണെങ്കിൽ L മാക്സിമം 0യും 1 വരെ വരുള്ളൂ. അപ്പോൾ n എന്താണോ, n 2 ആണെങ്കിൽ Lന് 2 വരാൻ പാടില്ല, 2-1 വരെ വരാം. അതായത് 0 തൊട്ട് 1 വരെ വരാം. അത് നിങ്ങൾ പഠിച്ചതാ. n 3 ആണെങ്കിൽ L എന്തൊക്കെ വരാം, 0 1 2 വരാം. 3ലോട്ട് എന്ത് ചെയ്യൂല, കടക്കൂല. അതുകൊണ്ട് n 1 കൊടുത്തപ്പോൾ ഇവിടെ L 1 കൊടുത്തിട്ടുണ്ട്, അതെന്താണ്, തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 3 പോസിബിൾ അല്ല. ഓക്കെ അല്ലേ. അടുത്തതിലോട്ട് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാവ് ഐഡൻറ്റിക്കൽ ബോണ്ട് ഓർഡർ. മക്കളെ, ബോണ്ട് ഓർഡർ ഐഡൻറ്റിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ ബോണ്ട് ഓർഡർ എന്തായിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കെമിക്കൽ ബോണ്ടിങ്ങിൽ. അത് കെമിക്കൽ ബോണ്ടിങ് വെച്ച് നമ്മൾ തന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര ഇലക്ട്രോൺ നോക്കിയിട്ട് ഒരാളുടെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ഒരു ടേബിളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നോക്കിക്കേ. അപ്പോൾ CN- നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. CN-. എടാ, കാർബണിൻ്റെ അടുത്ത് എത്ര ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞേ, 6 ഇലക്ട്രോൺ. നൈട്രജൻ്റെ അടുത്ത് 7. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺ കൂടുതലാണ്, അതുകൊണ്ട് എത്ര ഇലക്ട്രോൺ ആയി, 14 ഇലക്ട്രോൺ ആയി. O2- നോക്കിക്കേ, O2- ഓക്സിജൻ്റെ അടുത്ത് 16. O2- ആകുമ്പോൾ അപ്പം
ടോട്ടൽ 16 + 1 17 ഇലക്ട്രോണായി. NO പ്ലസ് നോക്കിക്കേടാ, നൈട്രജൻ്റെ അടുത്ത് 7 ഇലക്ട്രോൺ ആണേ, ഓക്സിജൻ്റെ അടുത്ത് 8 ഇലക്ട്രോൺ ആണേ. പോസിറ്റീവ് ചാർജ് മീൻസ് ഒരു ഇലക്ട്രോൺ കുറവല്ലേ, അപ്പോൾ എത്ര 14 ഇലക്ട്രോൺ കിട്ടി. CN പ്ലസ് നോക്കിക്കേ, CN പ്ലസ് കാർബണിൻ്റെ അടുത്ത് 6 ഇലക്ട്രോൺ ആണ്, നൈട്രജൻ്റെ അടുത്ത് 7 ആണ്. പോസിറ്റീവ് ചാർജ് മീൻസ് ഒരു ഇലക്ട്രോൺ കുറവാണ്, അപ്പോൾ എന്താ 12 ഇലക്ട്രോണാണ്. ഇയാളുടെയും ഇലക്ട്രോണിൻ്റെ നമ്പർ സെയിം, ഐസോ ഇലക്ട്രോണിക്കാണ്. 14 ഇലക്ട്രോൺ ഉള്ള ആളുടെ ബോണ്ട് ഓർഡർ 3 ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ CN മൈനസും NO പ്ലസും ഐസോ ഇലക്ട്രോണിക്കാണ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണാണ്. അതുകൊണ്ട് അവരുടെ ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ ബോണ്ട് ഓർഡർ ജനറലി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യണ്ടേ, ഫസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ കോമ്പൗണ്ട് പോസസ് 8% സൾഫർ ബൈ മാസ്. ദ ലീസ്റ്റ് മോളിക്കുലർ മാസ് എന്ന് വെച്ചാൽ എന്താ, ആ കോമ്പൗണ്ടിൽ മിനിമം ഒരു സൾഫർ എങ്കിലും ഉണ്ടാവും. ലീസ്റ്റ് മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മിനിമം മോളിക്കുലർ മാസ് എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരാളുടെ പെർസെൻറ്റേജ് ആണോ തന്നത് അയാൾ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഉണ്ടാകും. അപ്പോൾ സൾഫറിൻ്റെ പെർസെൻറ്റേജ് സൾഫറിൻ്റെ പെർസെൻറ്റേജ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, എത്ര 8%, ഈക്വൽ ടു സൾഫറിൻ്റെ മാസ് ബൈ ആ ഓർഗാനിക് കോമ്പൗണ്ട് മോളിക്കുലർ മാസ് ഇൻറ്റു 100, അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ എത്ര സൾഫർ ഉണ്ടെന്ന് എനിക്കറിയില്ല ആ കോമ്പൗണ്ടിൽ, പക്ഷേ നിങ്ങൾ പറയണം ലീസ്റ്റ് മോളിക്കുലർ മാസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിൽ ഒരു സൾഫറേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സൾഫറിൻ്റെ മാസ് എത്ര 32 ബൈ ആ സമയത്തുള്ള മോളിക്കുലർ മാസിനെ വിളിക്കുന്ന പേരാ മിനിമം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ലീസ്റ്റ് മോളിക്കുലർ മാസ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി 100 ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക. 32 ബൈ 8 ഇൻറ്റു 100 ചെയ്താൽ എന്താ കിട്ടുക മക്കളെ, 32 ബൈ 8 4 അല്ലേ, 400 എത്ര 400 കിട്ടും. ഓപ്ഷൻ 2 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ദ റിലേറ്റീവ് അബണ്ടൻസ് ഓഫ് 2 isotopes of atomic weight 85 and 87. 85ൻ്റെ അബണ്ടൻസ് 75%, 87ൻ്റെ 25%. അങ്ങനെ ആവറേജ് അറ്റോമിക് മാസാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്, 85 ഉള്ള ആൾ എത്ര പെർസെൻറ്റേജാ 75%, അപ്പം ഇൻറ്റു 75 പ്ലസ് 87 ഉള്ള ആൾ എത്ര പെർസെൻറ്റേജാ 87 മാസമുള്ള ആൾ എത്ര പെർസെൻറ്റേജാ 25 ബൈ ടോട്ടൽ ചെയ്താൽ 75 + 25 എന്താ 100 ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്താൽ എന്ത് കിട്ടും 85.5 കിട്ടും. അപ്പോൾ എങ്ങനെ ചെയ്യണ്ടേ, ഒരു ഐസോട്ടോപ്പിൻ്റെ അറ്റോമിക് മാസ് ഇൻറ്റു അയാളുടെ അബണ്ടൻസ് പ്ലസ് മറ്റേ ഐസോട്ടോപ്പിൻ്റെ അറ്റോമിക് മാസ് ഇൻറ്റു അയാളുടെ അബണ്ടൻസ് ബൈ ടോട്ടൽ പെർസെൻറ്റേജ് ചെയ്യാം. അപ്പോൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അയാളുടെ ആവറേജ് അറ്റോമിക് മാസ് കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദി അയോണിക് റേഡിയോ ഓഫ് N3- O2- F- Na+ ഫോളോ ദി ഓർഡർ. എല്ലാം ഐസോ ഇലക്ട്രോണിക്കാ അല്ലേ. നൈട്രജൻ്റെ അടുത്ത് 7 ഇലക്ട്രോണാ, 3- ആകുമ്പോൾ 3 ഇലക്ട്രോൺ കൂടി. ഓക്സിജൻ്റെ അടുത്ത് 8 ഇലക്ട്രോണാ, 2- ആയതുകൊണ്ട് 2 ഇലക്ട്രോൺ കൂടി 10 ആയി. എഫിൻ്റെ അടുത്ത് 9 ഇലക്ട്രോണാ, 1- ആയതുകൊണ്ട് 1 ഇലക്ട്രോൺ കൂടി 10 ഇലക്ട്രോൺ തന്നെ. Na+, അടുത്ത് 11 ഇലക്ട്രോണാ, ഒരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് 1 ഇലക്ട്രോൺ പോയി, അപ്പോഴും 10 ഇലക്ട്രോണാണ്. ഐസോ ഇലക്ട്രോണിക് ആണെങ്കിൽ അയോണിക് റേഡിയസിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നെഗറ്റീവ് ചാർജ് കൂടുന്തോറും അയോണിക് റേഡിയസ് കൂടുമെന്നും പോസിറ്റീവ് ചാർജ് കൂടുന്തോറും അയോണിക് റേഡിയസ് കുറയുമെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാം ഐസോ ഇലക്ട്രോണിക് ആണെങ്കിൽ ഇയാൾക്കാണ് കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉള്ളത്, അതുകൊണ്ട് ഇയാളാണ് സൈസ് കൂടുതൽ. ഇയാളുടെ പോസിറ്റീവ് ചാർജ് ആ സൈസ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അക്കോർഡിംഗ് ടു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പ്രകാരം കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ, പഠിച്ചതായിരിക്കും സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഫോർ SF4? SF4 എന്ന് പറയുമ്പോൾ മക്കളെ പഠിപ്പിച്ചല്ലേ, സൾഫറിൻ്റെ അവസാന ഷെല്ലിൽ 6 ഇലക്ട്രോണാണ്. അവിടെ സൾഫർ എത്ര 4 ബോണ്ട് ഉണ്ടാക്കാൻ 4 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ AB4, ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്. അതായത് 2 ഇലക്ട്രോൺ വിളിക്കുന്ന പേര് ഒരു ലോൺ പെയർ. അപ്പോൾ AB4E, അതായത് 4 ബോണ്ടും ഒരു ലോൺ പെയറും. ഇത് നിങ്ങൾ പഠിപ്പിച്ചതാ, AB4E ഷേപ്പ് ഒക്കെ പഠിപ്പിച്ചതാണല്ലോ. AB4E ഷേപ്പ് എന്താ, സീസോ ഷേപ്പ്. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ഫസ്റ്റ് ഓപ്ഷനിലോട്ട് മാർക്ക് ചെയ്യാം. അടുത്തത്. ഹൗ മെനി ആറ്റംസ് കണ്ടെയ്ൻ ഇൻ 1 mole ഓഫ് സുക്രോസ്? എടാ, 1 mole സുക്രോസിൽ, ഇവിടെ 1 mole സുക്രോസിൽ എത്ര ആറ്റം ഉണ്ട് നോക്കിക്കേ. 12 കാർബൺ, 22 ഹൈഡ്രജൻ, 11 ഓക്സിജൻ. അപ്പോൾ എല്ലാം കൂട്ടി എന്താ കിട്ടുക, 45 ആറ്റം കിട്ടും. 40, അപ്പോൾ ഒന്നിൽ 45 ആറ്റം. അപ്പോൾ ഒരു മോളിലോ 45 മോൾ ആറ്റം. 45 മോൾ എന്ന് വെച്ചാൽ എന്താ, 45 × 6.02 × 10⁻23 ആറ്റംസ് ഉണ്ടാകും. അപ്പോൾ ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേബിൾ ബിലോ ഷോ ദി സക്സസീവ് മോളാർ അയോൺ. എല്ലാത്തിൻ്റെയും അയോൺ ഫസ്റ്റ് അയോണൈസേഷനും സെക്കൻഡും തേർഡും ഫോർത്തൊക്കെ തന്നിട്ടുണ്ട്. അതായത് ഇത് 5 എലമെൻസിൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്ത് അയോണൈസേഷൻ എൻതാൽപ്പികൾ തന്നിട്ടുണ്ട്. വിച്ച് 2 എലമെൻറ്റ്സ് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി ഇൻ സെയിം ഗ്രൂപ്പ്. ഇതിൽ ഏത് എലമെൻ്റാണ് സെയിം ഗ്രൂപ്പിൽ വരിക എന്നാ. സെയിം ഗ്രൂപ്പിലാണെങ്കിൽ അയാളുടെ വാലൻസി സെയിം ആയിരിക്കൂലേ. ഒരു ഗ്രൂപ്പിലുള്ള ആളുടെ വാലൻസ് ഇലക്ട്രോണിൻ്റെ നമ്പർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. നൈട്രജൻ്റെ അവസാന ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണെങ്കിൽ നൈട്രജൻ്റെ താഴെയുള്ള ഫോസ്ഫറസിൻ്റെ 5 ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. എടാ ഇയാൾ ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡിലോട്ട് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. 2000 കഴിഞ്ഞിട്ട് 4000, വലിയ ചേഞ്ച് ഒന്നുമല്ല. ഇത് 500 കഴിഞ്ഞിട്ട് 4600. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷം പിന്നെ രണ്ടാമത് കൊടുക്കാൻ നല്ല എനർജി ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ നോക്കി നിങ്ങൾ ഈ ഒരു വാല്യൂ നോക്കിക്കേടാ, 400 കഴിഞ്ഞിട്ട് 3100. അപ്പോൾ ഈ ആറിനും യുവിനും ഫസ്റ്റ് അയോണൈസേഷൻ എന്തായാലും കൂളായിട്ട് നടക്കും. പിന്നെ അടുത്തൊരു ഇലക്ട്രോൺ ഒഴിവാക്കാൻ ഗ്യാപ്പ്, നല്ല എനർജി അബ്സോർബ് ചെയ്ത നല്ല ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, 2 അയോണൈസേഷൻ എന്താൽപ്പി തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പിയുടെ വാല്യൂ ഇതാ. സെക്കൻഡിലോട്ട് പോകുമ്പോൾ ഇത്രയും വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, രണ്ടാമത് ഇലക്ട്രോൺ ഒഴിവാക്കാൻ അയാൾക്ക് ഭയങ്കര പണിയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കേസിലും രണ്ടാമത് ഇലക്ട്രോൺ ഒഴിവാക്കാൻ ഭയങ്കര പണിയായിരിക്കും. അതിൻ്റെ കാരണം എന്താ, ഒരു ഇലക്ട്രോൺ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ അയാൾ സ്റ്റേബിൾ ആയിട്ടുണ്ടാകും. രണ്ടാമത്തെ ഇലക്ട്രോൺ ഒഴിവാക്കാൻ അയാൾക്ക് എന്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നല്ല എനർജി എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ 2 ആളും യൂണി പോസിറ്റീവാണ്. രണ്ടാളുടെ സ്റ്റെബിലിറ്റി ഏറ്റവും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് യൂണി പോസിറ്റീവാണ്. കാരണം ഒറ്റ ഇലക്ട്രോൺ കൊടുത്താൽ തന്നെ നല്ല സ്റ്റേബിൾ ആയതുകൊണ്ടാണ് രണ്ടാമത്തെ ഇലക്ട്രോൺ കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അയാളുടെ സെക്കൻഡ് അയോണൈസേഷൻ താല്പര്യം വളരെ കൂടാൻ കാരണം. കാരണം അത്രയും എനർജി കൊടുത്താൽ ഇലക്ട്രോൺ ഒഴിവാകുള്ളൂ. അതുകൊണ്ട് ഇയാളുടെയും കേസിൽ സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി വളരെ കൂടുതലാണ് ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ. അതിൻ്റെ അർത്ഥം അയാൾക്ക് ഒരു ഇലക്ട്രോൺ ഒഴിവാക്കാനേ താല്പര്യമുള്ളൂ എന്നാണ്. അപ്പോൾ രണ്ടാൾക്കും ഒരു ഇലക്ട്രോൺ ഒഴിവാക്കാനേ താല്പര്യമുള്ളൂ. അപ്പോൾ രണ്ടാളുടെ വാലൻസിയും ഏകദേശം സെയിമാണ്. അതുകൊണ്ട് ആറും യുവും സെയിം ഗ്രൂപ്പിലാണെന്ന് പറയാം. ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്, ഓപ്ഷൻ 4 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് സെക്കൻഡ് അയോണൈസേഷൻ എനർജിയാണ് കേട്ടോ. ഫസ്റ്റ് അല്ല സെക്കൻഡ് അയോണൈസേഷൻ എനർജിയാണ് ചോദ്യം. മക്കൾ അയോണൈസേഷൻ എനർജി നിങ്ങൾ പഠിപ്പിച്ചതല്ലേ. പീരിയഡ് അക്രോസ് പോകുമ്പോൾ അയോണൈസേഷൻ എന്താൽപ്പി ജനറലി എന്താ ചെയ്യുക, കൂടി വരിക ചെയ്യുക. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്, നൈട്രജനും ഓക്സിജനും ഒക്കെ. നൈട്രജൻ്റെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് നൈട്രജൻ്റെ കൂടുതലാണ് ആരെക്കാളും, ഓക്സിജനേക്കാളും. പക്ഷേ ഇത് സെക്കൻഡ് അയോണൈസേഷൻ ആയതുകൊണ്ട് തന്നെ മക്കളെ ഓക്സിജൻ നോക്കിക്കേ, 1s2 2s2 2p4. ഒരു ഇലക്ട്രോൺ ഒഴിവായാലോ, 1s2 2s2 2p3. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ ഒഴിവായ ശേഷം വീണ്ടും ഇലക്ട്രോൺ ഒഴിവാക്കാനുള്ള എന്താൽപ്പിയാണ് എന്ത്, സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി. അപ്പോൾ ഓക്സിജൻ്റെ സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ, ഒരു ഇലക്ട്രോൺ ഒഴിവായതിന് ശേഷം പിന്നെ ഇയാൾക്ക് ഹാഫ് ഫിൽഡ് കിട്ടി. ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി കൂടുതൽ നൈട്രജൻ ഓക്സിജനേക്കാളും. കാരണം എന്താ, നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7, 1s2 2s2 2p3. പക്ഷേ സെക്കൻഡ് ആയതുകൊണ്ട് 1s2 2s2 2p3 എന്നൊരു ഇലക്ട്രോൺ ഒഴിവായി 1s2 2s2 2p2. അയാൾ ഹാഫ് ഫിൽഡ് അല്ല. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ അടുത്തുനിന്ന് ഒരു ഇലക്ട്രോൺ ഒഴിവായിട്ട് 2p3 ആയി, ഇത് ഹാഫ് ഫിൽഡാണ്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് ഇലക്ട്രോൺ ഒഴിവാക്കാൻ ഭയങ്കര പണിയാണ്. കാരണം ഇയാൾ നല്ല സ്റ്റേബിൾ ആയതുകൊണ്ട്. അതുകൊണ്ട് സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആയിരിക്കും. പിന്നെ നിങ്ങൾ പഠിച്ച ആ സെയിം ഓർഡർ, ഏത്, പീരിയഡിൻ്റെ അക്രോസ് പോകുമ്പം അയോണൈസേഷൻ എന്താൽപ്പി കൂടുക ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ, പിന്നെ പീരിയഡിൻ്റെ തലക്കിലുള്ള ആളാരാ, ഫ്ലോറിന, പിന്നെ നൈട്രജൻ, പിന്നെ കാർബൺ. ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്, തേർഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പിൻ്റെ ഓർഡർ എന്താ പറ. ആദ്യം ഏറ്റവും കുറവ് ലിഥിയം, പിന്നെ ബോറോൺ, പിന്നെ കൂടുതൽ ബെറിലിയം, പിന്നെ കാർബൺ, പിന്നെ ഓക്സിജൻ, നൈട്രജനാണ് ഫസ്റ്റ്. സെക്കൻഡ് ആകുമ്പം ഈ കേസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അടുത്തതിലോട്ട് പോകാം. അക്കോർഡിംഗ് ടു മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് എന്ന ചോദ്യം. C2 മക്കളെ, C2ൻ്റെ അടുത്ത് 12 ഇലക്ട്രോണാണ്. ഈവൻ നമ്പർ ആണല്ലോ. ഈവൻ നമ്പർ ആണെങ്കിൽ പൊതുവെ എന്താ, ഡയാമാഗ്നറ്റിക്ക. എന്താ, എക്സെപ്റ്റ് 10ഉം 16ഉം പഠിപ്പിച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിപ്പിച്ചിട്ടുണ്ടാകും. ജനറലി ഈവൻ നമ്പർ ആണെങ്കിൽ എല്ലാവരും പെയർഡ് ആയിരിക്കും, ഡയ ആയിരിക്കും, എക്സെപ്റ്റ് 10ഉം 16ഉം. 10ഉം 16ഉം പാര തന്നെയാണ്. ഇത് കാർബണിൻ്റെ C2ൻ്റെ അടുത്ത് 12 ഇലക്ട്രോൺ അല്ലേ, ഈവൺ ആണല്ലോ, 10ഉം 16ഉം അല്ലല്ലോ. അതുകൊണ്ട് അയാൾ എന്താ, ഡയാമാഗ്നറ്റിക്ക. അതുകൊണ്ട് ഇതെന്താണ്, ശരിയാണ്. C2 മൈനസ്, എടാ C2ൻ്റെ അടുത്ത് 12 ഇലക്ട്രോണാണ്. അപ്പോൾ C2 മൈനസ് ആകുമ്പോഴോ 13 ഇലക്ട്രോണാണ്. ഓടാണല്ലോ. ഓടാണെങ്കിൽ എന്തായാലും ഒരു ഇലക്ട്രോൺ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമല്ലോ. ഒരു ഇലക്ട്രോൺ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അൺപെയർഡ് ആണെങ്കിൽ അതെന്താ, പാരയാണ്. അതുകൊണ്ട് ഇതെന്താണ്, ശരിയാണ്.
ബോണ്ട് ഓർഡർ 12 അല്ല മക്കളെ. 12ന്റെ ബോണ്ട് ഓർഡർ എന്താ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അതായത് 14 ഇങ്ങനത്തെ ടേബിൾ പഠിച്ചിട്ടുണ്ടാവും. 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3. ഇനി 13 ഇങ്ങനെ കുറയുമ്പോൾ 13 ആകുമ്പം ബോണ്ട് ഓർഡർ ഇങ്ങോട്ട് വരാം. 13 ആകുമ്പോൾ ബോണ്ട് ഓർഡർ 2.5. 12 ആകുമ്പം ബോണ്ട് ഓർഡർ 2. 15 ആകുമ്പോൾ അതേപോലെ 2.5. 16 ആകുമ്പോൾ 2. അതായത് 14, 13, 12, 11, 10, 9, 8 വരെ എഴുതി വരിക. ഒരു 0.5 അങ്ങ് കുറച്ചാൽ മതി. ഇങ്ങോട്ട് 20 വരെ എഴുതി വരിക. 0.5 കുറച്ചാൽ മതി. ഇപ്പോൾ 12 ഇലക്ട്രോണൊക്കെ ആണെങ്കിൽ ബോണ്ട് ഓർഡർ എന്താണ്? 2 ആണ്. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അതോ കോൺഫിഗറേഷനൊക്കെ എഴുതി ഹാഫിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ബോണ്ടിങ് മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻറ്റി ബോണ്ടിങ്. ആ ഇക്വേഷൻ്റെ ആവശ്യമില്ല ആ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്? എല്ലാം കറക്റ്റാണ്. ഓപ്ഷൻ 4 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ആ ടേബിൾ വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചോ, അറിയാത്തവരുണ്ടെങ്കിൽ. ഇതായിരിക്കും വരിക കേട്ടോ. ഇങ്ങനെ വരിക കേട്ടോ. അവിടെ ഇതാ. പതിനാല് ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3. 15, 16, 17, 18, 19, 20. 13, 12, 11, 10, 9, 8. 0.5 കുറക്ക്. 2.5 ആയി, 2 ആയി, 1.5 ആയി, 1 ആയി, 0.5 ആയി, 0 ആയി. 2.5 അതേപോലെ 0.5 കുറച്ചു. പിന്നെ 2 വന്നു, 1.5 വന്നു, 1 വന്നു, 0.5 വന്നു, 0. ഇങ്ങനെ എഴുതി വെച്ചാൽ തന്നെ ഏത് നമ്പർ ഓഫ് ഇലക്ട്രോൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോണ്ട് ഓർഡർ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അടുത്ത് PCl5 വളരെ റിയാക്റ്റീവ് ആകാൻ കാരണം എന്താ മക്കളെ? PCl5ൻ്റെ ഷേപ്പ് അറിയാം മക്കൾക്ക്. ഇത് പഠിച്ചോ കേട്ടോ. ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇതൊന്ന് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചോളൂ മക്കൾ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചോ കേട്ടോ. PCl5ൻ്റെത് ഈ ഒരു ഷേപ്പ് ജനറലി ആക്സിയൽ ബോണ്ടിൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കും. ഇക്വറ്റോറിയൽ ബോണ്ടിനേക്കാളും ലെങ്ത്ത് കൂടുതൽ ആർക്കായിരിക്കും? ആക്സിയൽ ബോണ്ടിന്. കാരണം റിപ്പൾഷൻ കൂടുതലാണ്. ഇയാൾ നമ്മൾ ആംഗിൾ 120, ഇയാൾ നമ്മൾ ആംഗിൾ 90 ആയതുകൊണ്ട് റിപ്പൾഷൻ കൂടുതലായതുകൊണ്ട് ആക്സിയൽ ബോണ്ടിൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കും. ബോണ്ട് ലെങ്ത്ത് കൂടുമ്പം ബോണ്ട് സ്ട്രെങ്ത്ത് കുറയും. അതുകൊണ്ട് ബോണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം? പൊട്ടിപ്പോകാം. അതുകൊണ്ടാണ് PCl5 ഒക്കെ ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക എന്നറിയോ? PCl3യും Cl2 കിട്ടുക. കാരണം ഈ ഹീറ്റ് ചെയ്താൽ വീക്കായ ഈ 2 ബോണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. അപ്പോൾ PCl5 ഹൈലി റിയാക്റ്റീവ് ആകാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം ആക്സിയൽ ബോണ്ടിൻ്റെ ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ ലെങ്ത്ത് കൂടിയ ആക്സിയൽ ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. ബോണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ PCl3യും Cl2യും കിട്ടും. അപ്പോൾ PCl5 ഈസ് റിയാക്റ്റീവ് ബിക്കോസ് ഇൻ ഇറ്റ്സ് ജോമെട്രി ആക്സിയൽ ബോണ്ട് ആർ ലോങ്ങർ ആൻഡ് വീക്കർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്താൽ മതി? സെക്കൻഡ് ഓപ്ഷൻ എന്ത് ചെയ്താൽ മതി? മാർക്ക് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 2 oxides of certain metal were separated, heated in current of hydrogen until constant weight were obtained. The water produced in each case was carefully collected and weighed. 2 gram of each oxide give respectively ഇത്രയും gram water. ഇത് ഒബ്സർവേഷൻ ഇല്ലുസ്ട്രേറ്റ്. നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൂവ് ചെയ്യാൻ വളരെ കുറേ സമയം പിടിക്കും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 oxides of certain metal എന്നല്ല അവിടെ പറഞ്ഞേ. 2 oxides of, അതായത് എൻ്റെ അടുത്തൊരു മെറ്റൽ ഉണ്ട്, അയാൾ 2 ഓക്സൈഡ് ഫോം ചെയ്തു. 2 ഓക്സൈഡ് 2 oxides of certain metal എന്ന്. അപ്പോൾ സെയിം മെറ്റലാണ്, അയാൾ 2 ഓക്സൈഡുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചിലപ്പം ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പം സെയിം എലമെൻറ്റ് അതായത് 2 എലമെൻറ്റ് കമ്പൈൻ ചെയ്തിട്ട് മോർ ദാൻ 1 കോമ്പൗണ്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏത് ലോ അപ്ലൈ ചെയ്യാറുള്ളത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അല്ലേ? അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 3 മാർക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ അടുത്ത് സൾഫറും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. സൾഫർ ഓക്സിജൻ കമ്പൈൻ ചെയ്തപ്പോൾ SOയും കിട്ടി, SO2 കിട്ടി. അത് ഏത് ലോയാണ് നിങ്ങൾ പഠിച്ചത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ്. വെൻ 2 elements combine to form more than 1 കോമ്പൗണ്ട് ആണെങ്കിൽ പൊതുവെ ഏത് ഓപ്ഷനാണ് വരിക? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ് വരിക. ഇതെനിക്ക് പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ പ്രൂവ് ചെയ്യാൻ നോക്കിയാൽ കുറേ 5, 6, 10 മിനിറ്റും സമയം പിടിക്കും. പക്ഷേ നമുക്ക് പൊതുവെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഇത് നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ എൻട്രൻസിനായതുകൊണ്ട് എല്ലാം പ്രൂവ് ചെയ്താൽ 5, 10 മിനിറ്റും പോകുന്നത് കൊണ്ട് അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല. വെൻ 2 elements combine to form more than 1 കോമ്പൗണ്ട് ആണെങ്കിൽ ഏത് ലോയാണ് നമ്മൾ എഴുതാറുള്ളത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ് എഴുതാറുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. അടുത്തതിലോട്ട് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ലീസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി? ഇലക്ട്രോൺ വാങ്ങാൻ താല്പര്യമില്ലാത്ത ഒരാളാരാ? നോബിൾ ഗ്യാസ്. ഇവിടുത്തെ നോബിൾ ഗ്യാസ് ഉണ്ട് അവിടെ, നോക്കിക്കേ, ആർഗൺ ഉണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 3 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം കേട്ടോ. അടുത്തത് ദ റേഷ്യോ ഓഫ് റേഡിയോ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. എടാ റേഡിയസിൻ്റെ ഇക്വേഷൻ എന്താ?
R0 ഇൻറ്റു എൻ സ്ക്വയർ ബൈ സെഡ് അല്ലേ. അപ്പോൾ റേഡിയസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ ബൈ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സെഡ്. രണ്ടാളും ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് സെഡിനാണ് റോളില്ല. അപ്പം R1/R2 ഈക്വൽ ടു എന്ത് എഴുതി വെക്കാം, N1 സ്ക്വയർ ബൈ N2 സ്ക്വയർ എന്ന് എഴുതി വെക്കാം. ആദ്യത്തെ സെക്കൻഡ് ബോർ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ N1 2 അപ്പോൾ 2 സ്ക്വയർ ബൈ തേർഡ് അല്ലേ, അപ്പോൾ 3 സ്ക്വയർ. അപ്പോൾ എന്ത് വരും, 4/9 വരും. ഏത് ഓപ്ഷനാണ് വരിക, 4:9. ഓപ്ഷൻ 3 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. രണ്ടാളും ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് രണ്ടാളുടെ അറ്റോമിക് നമ്പറും സെയിം ആയതുകൊണ്ട് അവിടെ സെഡിന് എന്തില്ല, റോളില്ല. അപ്പോൾ N മാത്രം നോക്കിയാൽ മതി. R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N സ്ക്വയർ. അപ്പോൾ R1/R2 ഈക്വൽ ടു N1 സ്ക്വയർ ബൈ N2 സ്ക്വയർ ചെയ്താൽ കേട്ടോ. ഓക്കെ, അടുത്ത് BCl3ൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദ്യം. മക്കളെ പഠിപ്പിച്ചല്ലേ, ഈ ഇക്വേഷനൊക്കെ പഠിപ്പിച്ചാണല്ലോ. BCl3 എന്ന് പറയുമ്പം ഹാഫ് ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം ബോറോൺ ആയതുകൊണ്ട് ബോറോണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ് മക്കളെ, 3 ആണ്. എത്ര മോണോ വാലൻ്റ് സറൗണ്ടിങ് ആയിട്ടുണ്ട്, 3 ഉണ്ട്, പഠിപ്പിച്ചതാണ്. അപ്പോൾ എന്ത് കിട്ടും, 3 കിട്ടും. 3 മീൻസ് എന്താ, sp2 ഹൈബ്രിഡൈസ്ഡ്. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ഓപ്ഷൻ 2 മാർക്ക് ചെയ്യാം. ദി മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ, ദ മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ ആട്ടോ. ഒരു മോൾ വാട്ടർ ആണെങ്കിൽ 18 ഗ്രാമാണ്. 1 മോളിക്യൂൾ ആണെങ്കിലോ, ഒരു മോളിക്യൂൾ ഒരു ആറ്റത്തിൻ്റെ മാസമൊക്കെ ചോദിക്കുകയാണെങ്കിൽ 18 ഗ്രാം അല്ല, 18 AMU. എന്താണ് AMU, 18 ഇൻറ്റു പറ 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാം. നിങ്ങൾ ചെയ്ത് നോക്കിക്കൊണ്ടു ഓപ്ഷൻ എന്ത് കിട്ടും, ഓപ്ഷൻ 1 ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ട്രാൻസിഷൻ മെറ്റൽ എവിടെ പ്ലേസ് ചെയ്ത മക്കളെ, ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക് ആണെന്ത്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണെന്ത്, എഫ് ബ്ലോക്ക് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത് ദ റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ലിഥിയം ഇൻ ദ സിമിലർ സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നെയാണ്, പക്ഷേ ലിഥിയ ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താ മക്കളെ, R ഈക്വൽ ടു R0 ഇൻറ്റു N സ്ക്വയർ ബൈ സെഡ്. R0 ഒക്കെ മക്കൾക്ക് അറിയാം, 0.53 ആണ്. സിമിലർ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് മീൻസ് ഫസ്റ്റ് സ്റ്റേറ്റ് 1 സ്ക്വയർ ബൈ സെഡ് എത്ര, ലിഥിയത്തിൻ്റെ സെഡ് എത്രയാടാ, ആറ്റോമിക് നമ്പർ 3 അല്ലേ. അപ്പോൾ ഇത് മക്കൾ ചെയ്താൽ മതി, ഒന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കാം. R0 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, 0.53. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് തന്നെയാണ് R0, അത് തന്നിട്ടുണ്ട് 0.53. അപ്പോൾ 0.53 ഇൻറ്റു N സ്ക്വയർ സിമിലർ സ്റ്റേറ്റ് ആയതുകൊണ്ട് 1 തന്നെയാണ് ബൈ സെഡ്. ലിഥിയത്തിൻ്റെ സെഡ് എത്ര, 3 ആണ്. ചെയ്ത് നോക്കുക, ഓപ്ഷൻ എന്താ കിട്ടുക, ഓപ്ഷൻ 3 ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഓഫ് നൈട്രജൻ ഇൻ NO2+, NO3- ആൻഡ് NH4+. എടാ NO2+ൻ്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, ഹാഫ് ഇൻറ്റു സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്ര, 5 ആണ്. ഓക്സിജൻ്റെ നമ്പർ കൂട്ടണ്ട, ഓക്സിജൻ മോണോ വാലൻ്റ് അല്ല, ഡൈവാലൻ്റ്, അതുകൊണ്ട് ഓക്സിജനെ കൂട്ടണ്ട. പോസിറ്റീവ് ചാർജ് മീൻസ് ഇലക്ട്രോൺ കുറവല്ലേ, ഇപ്പോൾ 5-1 അല്ലേ ചെയ്യണ്ടേ, 5-1 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും മക്കളെ, 2 കിട്ടും. 2 മീൻസ് എന്താ, SP. ഇനി NO3- ആണെങ്കിലോ, ഹാഫ് ഇൻറ്റു നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ 5 ആണ്. ഓക്സിജൻ്റെ നമ്പർ കൂട്ടണ്ട, ഓക്സിജൻ ഡൈവാലൻ്റ് ആണ്. നെഗറ്റീവ് ചാർജ് മീൻസ് എന്താ, ഒരു ഇലക്ട്രോൺ കൂടുതലാണ്, അപ്പോൾ 5+1 ചെയ്താൽ എന്താ കിട്ടുക, 3 മീൻസ് എന്താ, SP2. അടുത്ത NH4+ പറഞ്ഞേ, NH4+. നൈട്രജൻ്റെ അവസാന ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ്. ഹൈഡ്രജൻ കൂട്ടണം, ഹൈഡ്രജൻ മോണോ വാലൻ്റാ, അപ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് 5+4 ചെയ്യും. 5+4 ചെയ്യണം. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺ കുറവാണ്, അപ്പോൾ 5+4 എത്ര, 9 എത്ര, 8. 8ൻ്റെ ഹാഫ് എത്ര, 4 മീൻസ് എന്താ, SP3. അപ്പോൾ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക, SP2 SP3 ഓപ്ഷനെ മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അവിടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിനേക്കാളും സൈസ് കൂടുതലായിരിക്കും നെഗറ്റീവ് ചാർജുള്ള ആനിയോൺ, അതിനേക്കാളും സൈസ് കുറവായിരിക്കും പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺ. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക, ഫസ്റ്റ് ഓപ്ഷൻ, X- ആനിയോൺ ഈസ് ലാർജർ ദാൻ ന്യൂട്രൽ എക്സ് ആറ്റം. ഓക്കെ, അതുകൊണ്ടത് കൂളായിട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് ദ സെക്കൻഡ് അയോണൈസേഷൻ എന്തൽപ്പി എന്ന് വെച്ചാൽ എന്താ സെക്കൻഡ് അയോണൈസേഷൻ എന്തൽപ്പി, ആൾറെഡി ഒരു ഇലക്ട്രോൺ പോയിട്ടുണ്ട്, അപ്പോൾ അയാൾ യൂണി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ട് മാറിയിട്ട് ആ യൂണി പോസിറ്റീവ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണും കൂടിയും പോയാൽ എന്താവും, ഡൈ പോസിറ്റീവ് ആകും. ഓക്കെ, അത് നല്ലൊരു ഡെഫിനിഷൻ പറഞ്ഞേ. ഓപ്ഷൻ 3 വായിച്ചേ മക്കളെ, റിമൂവ് 1 mole ഓഫ് ഇലക്ട്രോൺ ഫ്രം 1 mole ഓഫ് മോണോവാലന്റ് ഗ്യാഷ്യസ് കാറ്റയോൺ. അല്ലേ, ഒരു ഇലക്ട്രോൺ പോയാൽ അതിനെ പറയുന്ന പേരാ മോണോവാലന്റ് കാറ്റയോൺ. പൊതുവെ ഗ്യാഷ്യസ് സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ ഒഴിവാക്കാൻ വേണ്ട എന്താൽപ്പി, അയോണൈസേഷൻ എന്താൽപ്പി. ഒരു ഇലക്ട്രോൺ പോയി,
ഇത് സെക്കൻഡാ ചോദ്യം. അപ്പോൾ ഒരു ഇലക്ട്രോൺ പോയതിന് ശേഷം വീണ്ടും അടുത്തൊരു ഇലക്ട്രോൺ പോകാനുള്ള എൻതാൽപ്പിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്താ വിളിക്കുക? മോണോവാലന്റ് ഗ്യാഷ്യസ് കാറ്റയോൺ എന്നാ വിളിക്കുക. ഒരു ഇലക്ട്രോൺ പോയാൽ പിന്നെ പോസിറ്റീവ് ചാർജ് അല്ലേ മക്കളെ. അപ്പം റിമൂവ് 1 mole ഓഫ് ഇലക്ട്രോൺ ഫ്രം 1 mole ഓഫ് മോണോവാലന്റ് ഗ്യാഷ്യസ് കാറ്റയോൺ ഓഫ് ദി എലമെന്റ്. ഒരു ഇലക്ട്രോൺ പോയതിന് ശേഷം അയാൾ മോണോവാലന്റ് ഗ്യാഷ്യസ് കാറ്റയോൺ ആയി. പിന്നെ അവിടുന്ന് ഒരു ഇലക്ട്രോണും കൂടി ഒഴിവാക്കാൻ വേണ്ട എൻതാൽപ്പിയാണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓപ്ഷൻ 3 മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. The statement that is not correct for the periodic classification of element. The properties of elements are the periodic function of their atomic number. ശരിയാണല്ലോ, അറ്റോമിക് നമ്പറിനനുസരിച്ചാണ് പീരിയോഡിക് ടേബിൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നോൺ മെറ്റാലിക് എലമെന്റ്സ് ആർ ലെസ്സർ ആണ്. പൊതുവെ എസ് ബ്ലോക്കത്തെ പേര്, പിന്നെ ഡി ബ്ലോക്കത്തെ എല്ലാവരും, പിന്നെ അതേപോലെ പി ബ്ലോക്കത്തിലും കുറേ ആൾക്കാരൊക്കെ മെറ്റലാണ്. പി ബ്ലോക്കിൽ കുറച്ച് നോൺ മെറ്റൽസ് ഉള്ളൂ. അപ്പോൾ നോൺ മെറ്റൽസ് വളരെ കുറവ്, മെറ്റൽസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതും എന്താണ്? ശരിയാണ്. The first ionization energy of element along a period do not vary in regular manner. ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഫോളോ ചെയ്യുന്നതല്ല. പീരീഡിൻ്റെ അക്രോസ് പോകുമ്പം അയോണൈസേഷൻ എൻതാൽപ്പി പൊതുവെ കൂടുന്നുണ്ട്. പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്, ബെർലിയും ബോറോണും അതേപോലെ നൈട്രജനും ഓക്സിജനും. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് റെഗുലർ അല്ല, അവരും റെഗുലർ അല്ല എന്ന് എഴുതിയത്. അതുകൊണ്ട് ഇതൊക്കെ ശരിയാണ്. For the transition elements D subshell are filled with electron monotonically with increase in atomic number. ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അതേപോലെയാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ D1, പിന്നെ D2, പിന്നെ D3, പിന്നെ D4 ആണ്. D4 ഇല്ലല്ലോ. ക്രോമിയത്തിൻ്റെ കേസിൽ എന്താ? D3 കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ടാ പോകാം? D5 4s1 ആണ്. D4 കാണൂല. അതേപോലെ തന്നെ കോപ്പറിൻ്റെ കേസിൽ D9 ഉണ്ടോ? D9 കിട്ടുന്നുണ്ടോ? ഇല്ല. D8 വരെ പോവും. പിന്നെ കോപ്പർ എത്തുമ്പോൾ D10 പോവുക. അപ്പോൾ D1, D2, D3, D4, D5 അങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. എക്സെപ്ഷൻ ഉണ്ട്, ക്രോമിയവും കോപ്പറും. അതായത് ശരിക്കും ക്രോമിയം നമുക്ക് D4 ആണ് എഴുതാൻ തോന്നുക, പക്ഷേ അത് ശരിക്കും എന്താ? D5 ആണ്. അതുകൊണ്ട് ഓരോരോ ഇലക്ട്രോൺ അങ്ങനെ നേരെ കറക്റ്റ് റെഗുലർ ആണോ? അല്ല. D1 കഴിഞ്ഞ് പിന്നെ D2 ഉണ്ട്, D3 ഉണ്ട്, D4 ഇല്ല, പിന്നെ D5 ആണ്. D6ഉം D7ഉം D8ഉം ഉണ്ട്, D9 ഇല്ല, പിന്നെ D10 ആണ്. അപ്പോൾ കറക്റ്റ് റെഗുലർ അല്ല. അവർ റെഗുലർ ആണ്, മോണോട്ടോണിക്കലി ആണെന്നാണ് പറയുന്നത്. ഒരേപോലെ അങ്ങനെ ഫില്ല് ചെയ്ത് അങ്ങ് പോവാന്നാ. അതല്ല, എക്സെപ്ഷൻ ഉണ്ട്, ക്രോമിയവും കോപ്പറും. അതുകൊണ്ട് ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ മാർക്ക് ചെയ്യുക കേട്ടോ. ഏതൊക്കെ ക്രോമിയവും കോപ്പറും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ഫ്ലൂറിൻ മോളിക്യൂൾ ഇസ് ഫോംഡ് ബൈ എന്ന ചോദ്യം. എടാ ഫ്ലൂറിൻ്റെ F2ൻ്റെ ബോണ്ട് ഓർഡർ നിങ്ങൾക്ക് അറിയാം, സിംഗിൾ ബോണ്ടാണ്. ഈ സിംഗിൾ ബോണ്ട് ഏത് ബോണ്ടാണ്? നമ്മൾ MOT എടുത്ത സമയത്ത് ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്ത് ബോണ്ടാണ്? സിഗ്മ ബോണ്ടാണ്. സിഗ്മ ബോണ്ട് എങ്ങനെ ഓവർലാപ്പ് ചെയ്യുക? ആക്സിയൽ ഓവർലാപ്പ്. എന്താ ഓവർലാപ്പാ? ആക്സിയൽ ഓവർലാപ്പാ. ഫ്ലൂറിൻ്റെ അവസാനത്തിൽ ഇലക്ട്രോണൊക്കെ എവിടെ ഉണ്ടാവുക? 1s2 2s2 2p5 അല്ലേ? 2pയിലാണ് അവസാനത്തിൽ ഇലക്ട്രോൺ ഉണ്ടാവുക. അവസാനത്തിൽ ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുക? ബോണ്ടുകൾ ഉണ്ടാക്കുക. അതുകൊണ്ട് എന്ത് ബോണ്ടാ? സിഗ്മ ബോണ്ട് മീൻസ് ആക്സിയൽ ഓവർലാപ്പാ. അവസാനത്തിൽ ഇലക്ട്രോൺ എവിടെയുള്ളത്? പിയിലാണ് ഉള്ളത്. അതുകൊണ്ട് ആക്സിയൽ PP ഓവർലാപ്പ്. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അടുത്ത് 2 നോഡൽ പ്ലെയിൻ പഠിപ്പിച്ചതാ മക്കളെ. സിഗ്മ 1sൽ 0, സിഗ്മ സ്റ്റാർ 1sൽ 1 നോഡ്, സിഗ്മ 2sൽ 0 നോഡ്, സിഗ്മ സ്റ്റാർ 2sൽ 1 നോഡ്, പൈ 2pxൽ 1 നോഡ്, പൈ സ്റ്റാർ 2pxൽ അല്ലെങ്കിൽ പൈ സ്റ്റാർ 2pyൽ 2 നോഡ്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ 1 ആണ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക കേട്ടോ. അടുത്തത്, ഇഫ് ദി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ലൈമാൻ സീരീസ് എക്സ്, ദെൻ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഇൻ പാഷൻ സീരീസ്. ആ ചോദ്യം. എടാ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പം എനർജി ഗ്യാപ്പ്, വേവ് ലെങ്ത് കുറയുമ്പം ഫ്രീക്വൻസി, പിന്നെ വേവ് നമ്പർ ന്യൂ ബാർ, പിന്നെ എനർജി ഒക്കെ കൂടുക ചെയ്യുക. അപ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് മീൻസ് എനർജി ഗ്യാപ്പ് കൂടുക, അല്ലെങ്കിൽ വേവ് നമ്പർ കൂടുക, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുക. അപ്പോൾ നമുക്ക് അറിയുന്നൊരു ഇക്വേഷൻ ഉണ്ട്, പറഞ്ഞ മക്കളെ. ന്യൂ ബാർ ഈക്വൽ ടു 1/λ ഈക്വൽ ടു RH × 1/. എടാ ഇത് ആദ്യത്തെ നോക്കി, ലൈമാൻ സീരീസ് അല്ലേ? ലൈമാൻ സീരീസിൻ്റെ N1 എത്ര? 1. അപ്പോൾ 1/1² മൈനസ് 1/N2² എന്താക്കണ്ടേ? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് അല്ലേ? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ എനർജി ഗ്യാപ്പ് കൂടുതലാണ്. എനർജി ഗ്യാപ്പ് കൂടുതലാണ് മീൻസ് ഏത് ലൈനാ? ലൈമാൻ സീരീസിൻ്റെ ലാസ്റ്റ് ലൈൻ, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈൻ. അപ്പോൾ N2 എന്തായിട്ടാണ് കൊടുക്കണ്ടേ? ഇൻഫിനിറ്റി² ആയിട്ടാണ് കൊടുക്കണ്ടേ. അത് ചെയ്താൽ ഇത് എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/λ ഷോർട്ട് അല്ലെങ്കിൽ ലാംഡ മിനിമം ഈക്വൽ ടു എന്ത് കിട്ടി? RH കിട്ടി. ആ RH X ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ RH കിട്ടി. അതെന്താണെന്ന് തന്നിട്ടുണ്ട്? X ആണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പം ഉറപ്പല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? അയ്യോ സോറി.
അതായത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എക്സ് ആണ് തന്നിട്ടുണ്ട്. മക്കൾ നമ്മളിത് ചെയ്ത് നോക്കി എന്താ കിട്ടുക? ഇത് കട്ട് ചെയ്ത് പോയി. അപ്പോൾ RH എന്താ? RH കിട്ടുക. അപ്പോൾ എന്ത് കിട്ടും? RH കിട്ടും. ഓക്കെ, ഈ ലാംഡ മിനിമം എക്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ RH നമുക്ക് എന്ത് എഴുതി വെക്കാം? 1/x എന്ന് എഴുതി വെക്കാം. ഓക്കെ, ഈ ലാംഡ മിനിമം ക്വസ്റ്റ്യനിൽ എക്സ് ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് 1/x ആണ് എന്ത്? RH. ഇതാണ് ലൈമാൻ സീരീസിനെ കുറിച്ച് തന്നിട്ടുള്ളത്. ഇനി നോക്കിയ പാഷൻ ഇത് ഹൈഡ്രജൻ ആറ്റം ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ Z² പകരം അവിടെ 1² കൊടുത്തത്. 1² 1 തന്നെ, അതുകൊണ്ട് ഇവിടെ വേണ്ട, ഇക്വേഷൻ വേണ്ട. ഹൈഡ്രജൻ അല്ലാത്ത സ്പീഷീസ് ഒക്കെ ആണെങ്കിൽ ഇക്വേഷനിൽ അവിടെ എന്തും കൂടി ഉണ്ടാകും? Z² ഉണ്ടാകും. ആറ്റോമിക് നമ്പറിന് സ്ക്വയറും കൂടി എഴുതണം. അപ്പോൾ അവിടെ ഹീലിയം പ്ലസ് ആണ്, അതുകൊണ്ട് Z² ഉണ്ടാകും. പാഷൻ സീരീസ് അല്ലേ, ലോങ്സ്റ്റ് വേവ് എന്താ കണ്ടുപിടിക്കണ്ടല്ലേ? അപ്പം ന്യൂ ബാർ ഈക്വൽ ടു 1/λ. എടാ മക്കളെ, ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ന്യൂ ബാർ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അല്ലെങ്കിൽ എനർജി എന്താ? എനർജി ഗ്യാപ്പ് മിനിമം ആയിരിക്കണം. എനർജി ഗ്യാപ്പ് മിനിമം എപ്പോഴാണ് വരിക? ഫസ്റ്റ് ലൈൻ അല്ലേ? ഏത് സീരീസിൻ്റെ ഫസ്റ്റ് ലൈനാണ് എനർജി ഗ്യാപ്പ് മിനിമം. എനർജി ഗ്യാപ്പ് കൂടുതലോ ആ സീരീസിൻ്റെ ലാസ്റ്റ് ലൈൻ. അപ്പോൾ എനർജി ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പം എനർജി ഗ്യാപ്പ് മിനിമം പറയുമ്പോൾ അയാളുടെ ഫസ്റ്റ് ലൈൻ. എടാ പാഷൻ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ ഏതാ മക്കളെ? പാഷൻ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ ഏതാ? പറഞ്ഞ ഇക്വേഷൻ പറ. RH × പാഷൻ സീരീസ് ആകുമ്പോൾ N1 എപ്പോൾ എന്താ വരുള്ളൂ? 3². അപ്പോൾ N1² ആകുമ്പോൾ 3² മൈനസ് ഫസ്റ്റ് ലൈൻ എന്താ? അയാളുടെ N1 എന്താണോ പ്ലസ് ഫസ്റ്റ് ലൈൻ ആകുമ്പോൾ 1 ആഡ് ചെയ്യുക. സെക്കൻഡ് ലൈൻ ചോദിക്കുകയാണെങ്കിലോ അയാളുടെ N1 എന്താണോ +2 ചെയ്യുക. 100ാമത്തെ ലൈൻ ആണെങ്കിലോ അയാളുടെ N1 എന്താണോ +100 ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ലൈൻ ആയതുകൊണ്ട് അയാളുടെ N1 3 ആണ് പാഷൻ്റെ. ഫസ്റ്റ് ലൈൻ ആയതുകൊണ്ട് 3 + 1 4, അപ്പോൾ 4² കിട്ടി. ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് എന്താ കിട്ടുക മക്കളെ? 1/9 മൈനസ് 1/16 കിട്ടും അല്ലേ? ഇത് ചെയ്ത് എന്താ കിട്ടുക? 7/144 കിട്ടും. 7/144 കിട്ടും. എടാ ഇത് ഹീലി അല്ലേ? ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ Z1 അല്ലല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഹീലിയത്തിൻ്റെ Z² വേണം. Z² എന്താ? ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2. അപ്പോൾ 2² എന്താ? 4. അപ്പോൾ ഇവിടെ ഇക്വേഷനിലൊക്കെ ഇവിടെ എന്ത് വേണം? 4 ഉണ്ടാകും കേട്ടോ. ഇവിടെ ഒക്കെ എന്തുണ്ടാകും? 4 ഉണ്ടാകും. RH ഇവിടെ ഉണ്ടേ. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് എന്താ കിട്ടുകയെന്ന് പറയുമോ? 144ൽ എത്ര 4 ഉണ്ട്? 36 ഉണ്ടാവും. 36 കിട്ടും. എന്താ കിട്ടുക? 36 കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ന്യൂ ബാർ ഈക്വൽ ടു 1/λ ഈക്വൽ ടു RH × 7/36 കിട്ടി. നമുക്ക് ന്യൂ ബാർ അല്ല വേണ്ടേ, ലാംഡയാണ് വേണ്ടേ. അപ്പോൾ ലാംഡ ഈക്വൽ ടു തിരിച്ചിടുക. അതായത് 36/7 RH. ഓക്കെ, RH ഈക്വൽ ടു 1/x അല്ലേ? അപ്പോൾ ഈ RHനോട് 1/x കൊടുത്താൽ x എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. RH ഈക്വൽ ടു 1/x എന്ന് ആൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ RHനോട് 1/x കൊടുത്താൽ x എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. അപ്പോൾ എന്ത് കിട്ടും? ഓപ്ഷൻ എന്ത് കിട്ടും? ഓപ്ഷൻ 3 ആൻസർ ആയിട്ട് വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനർജി E ഓഫ് ദി റേഡിയേഷൻ വിത്ത് വേവ് ലെങ്ത് 8000 ആങ്സ്ട്രോം ആൻഡ് ദ എനർജി ഓഫ് ദി റേഡിയേഷൻ വിത്ത് വേവ് ലെങ്ത് 16000 ആങ്സ്ട്രോം. മക്കൾ എങ്ങനെ പഠിച്ച ഇക്വേഷൻ എന്താ? എനർജി ഈസ് ഈക്വൽ ടു എന്താ? hc/λ അല്ലേ? അപ്പോൾ എനർജിയും ലാംഡയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ E1/E2 ഈക്വൽ ടു എന്താ? λ2/λ1 എഴുതി കൂടെ. അപ്പം E1/E2 ഈക്വൽ ടു λ2 എത്ര? 16000. λ1 എത്ര? 8000. അപ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ E1/E2 2 ആണെങ്കിൽ E1 ഈക്വൽ ടു 2E2 എന്ന് എഴുതി കൂടെ. E1 ഈക്വൽ 2E2 എന്ന് എഴുതാം. ഇത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ 2 മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ദ ഓർബിറ്റൽ ഡയഗ്രാം ഇൻ വിച്ച് ബോത്ത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ഹൺസ് റൂൾ ആർ വയലേറ്റഡ്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഹൺസ് റൂളും എന്ത് ചെയ്യണം? വയലേറ്റ് ചെയ്യണം. ഇത് ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ഓപ്ഷൻ 2 മാർക്ക് ചെയ്യുക അല്ലേ? നോക്കിയാൽ എന്താ എന്താ ഹൺസ് റൂള്? ഇലക്ട്രോൺ, അതായത് ഓരോന്നിനും ഓരോ ഇലക്ട്രോൺ കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടത് ഹൺസ് റൂൾ വയലേറ്റ് ചെയ്തു. എന്താ പോളീസ് എക്സ്ക്ലൂഷൻ? ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒരാൾ അപ്വാർഡ് ആണെങ്കിൽ മറ്റാൾ ഡൗൺവാർഡ് ആയിരിക്കണം. ഇത് രണ്ടിൻ്റെ സ്പിൻ എന്താ? സെയിം. അങ്ങനെയും പാടില്ല. അതുകൊണ്ട് ഇത് ഹൺസ് റൂളും പോളീസ് എക്സ്ക്ലൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷൻ മാർക്ക് ചെയ്യുക. ഓപ്ഷൻ 2 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യുക കേട്ടോ. അടുത്തത്, ദ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ഇൻ ദ ഹൈബ്രിഡ് ഓർബിറ്റൽ SP, SP2, SP3. എളുപ്പമല്ല മക്കളെ. SP എന്ന് വെച്ചാൽ എന്താ? ആകെ 2 ഓർബിറ്റിലേ ഉള്ളൂ, എസും പിയും. അപ്പോൾ SP എന്ന് അപ്പോൾ 2ൽ ഒരാൾ എസ്സാ. ഇതോ ടോട്ടൽ 3 ആൾക്കാർ SP2 അല്ലേ?
എസ്സും 2 പിയും മിക്സ് ചെയ്തതല്ലേ. അപ്പോൾ ടോട്ടൽ 3 ആൾ, അത് ആ 3-ൽ 1 എസ് ഉള്ളൂ. ഇത് ടോട്ടൽ 4 ആളാണ്, 4-ൽ 1 എസ് ഉള്ളൂ. അപ്പോൾ ഏറ്റവും എസ് ക്യാരക്ടർ ആർക്കാ ഉണ്ടാവുക? ആകെ എസ്സും പിയാ, അതിൽ 1 എസ് അല്ലേ. അപ്പോൾ 2-ൽ 1 എസ്സാ, ഇത് 3-ൽ 1 എസ്സാ, ഇത് 4-ൽ 1 എസ് ഉള്ളൂ. അപ്പോൾ ഏറ്റവും എസ് ക്യാരക്ടർ കൂടുതൽ ആർക്കാ ഉണ്ടാവുക? എസ് പി, പിന്നെ sp2, പിന്നെ sp3. അപ്പോൾ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക? ഓപ്ഷൻ 2 മാർക്ക് ചെയ്യാം. അടുത്തത്, ഇൻ എ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ഓർബിറ്റൽ ആർ ഡീജനറേറ്റ്. എന്താ ഡീജനറേറ്റ് എന്ന് വെച്ചാൽ എനർജി സെയിം ആയിട്ടുള്ള ഓർബിറ്റൽസിന് പറയുന്ന പേരാ ഡീജനറേറ്റ്. മക്കളെ പഠിപ്പിച്ചതാണല്ലോ. അത് നമ്മൾ ആ ഒരു MOT വരയ്ക്കുന്ന സമയത്ത് π2pxും π2pyയും ഒരേ രീതിയിലല്ലേ വരയ്ക്കുക. ആദ്യം σ1s, പിന്നെ അതിൻ്റെ മുകളിൽ σ*1s, പിന്നെ σ2s, പിന്നെ σ*2s, പിന്നെ π2pxും π2pyയൊക്കെ ഒരു ഇതിലായി എഴുതി വെച്ച്. അതിൻ്റെ അർത്ഥം രണ്ടാളുടെ എനർജിയും സെയിമാണ്. എനർജി സെയിം ആയിട്ടുള്ള ഓർബിറ്റലിനെ വിളിക്കുന്ന പേരാ ഡീജനറേറ്റ്. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം കേട്ടോ. അടുത്തത്, എ മോളിക്യൂൾ XY2 കണ്ടെയ്ൻ 2 സിഗ്മ ബോണ്ട് ഉണ്ട്. ഒരാളുടെ അടുത്ത് എന്തുണ്ട്? 2 സിഗ്മ ബോണ്ട് ഉണ്ട്, 2 പൈ ബോണ്ടും ഉണ്ട്. ഒരു എക്സും ഉണ്ട്, വൈയും ഉണ്ട് അല്ലേ. 2 സിഗ്മ ബോണ്ട് ഉണ്ട്. ഇപ്പോൾ 2 സിഗ്മ ബോണ്ട് വരച്ചു. 2 പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇനി വേറെ സ്ഥലത്ത് വരക്കുകയാണോ? അല്ല, പൊതുവേ സിഗ്മ ബോണ്ടിൻ്റെ കൂടെയാണ് ആരുണ്ടാവുക? പൊതുവെ 2 ബോണ്ടാണെങ്കിൽ ഒരു സിഗ്മ, മറ്റൊന്ന് പൈ ആയിരിക്കും. 3 ബോണ്ടാണെങ്കിൽ ഒരു സിഗ്മ, ബാക്കി 2 എന്തായിരിക്കും? പൈ ആയിരിക്കും. അപ്പം 2 സിഗ്മ ബോണ്ട് ഉണ്ട്, 2 പൈ ബോണ്ട് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ 2 സിഗ്മ ബോണ്ട് ഞാൻ വരച്ചു. ഇനി പൈ ബോണ്ട് സിഗ്മ ബോണ്ട് കൂടെ തന്നെ ഉണ്ടാവുന്ന ആളാണ്. അപ്പോൾ ഇതൊരു പൈ ബോണ്ട്, ഇത് മറ്റൊരു പൈ ബോണ്ട്. പിന്നെ അവിടെ എന്തുണ്ടെന്ന് അവർ പറഞ്ഞത്? ഒരു ലോൺ പെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ലോൺ പെയറും ഉണ്ട്. അപ്പോൾ നോക്കിക്കേ മക്കളെ, പെട്ടെന്ന് പറ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ, മൾട്ടിപ്പിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആയിട്ടല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് AB2 അല്ലേ 2B. അപ്പോൾ AB2 ഒരു ലോൺ പെയർ ഉണ്ട്, AB2E. അപ്പോൾ ഇയാളുടെ ഷേപ്പ് എന്താ മക്കളെ? ബെൻഡ് ഷേപ്പാണ്. ബെൻഡ് ഒന്നും ഇതിലും ഓപ്ഷൻ കാണുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കണം, അവർ ആക്ച്വലി ചോദിച്ച ജോമെട്രിയാണ്. കാരണം എന്താ? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ലോൺ പെയർ ആസ് വെൽ ആസ് ബോണ്ട് പെയർ. അതായത് നിങ്ങൾ ലോൺ പെയറിനെയും ബോണ്ട് പെയറിനെയും കൂട്ടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇയാളെയും ഒരു സ്ട്രക്ചറിൽ കൂട്ടുകയാണെങ്കിൽ, ഇയാളെയും ഒരു ബോണ്ടിനെ പോലെ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ, പിന്നെ ഇയാളുടെ ഷേപ്പ് എന്താ? ഇയാളുടെ ജോമെട്രി എന്താ മക്കളെ? ട്രയാഗണൽ പ്ലനാർ അല്ലേ. പഠിപ്പിച്ചതാ. ഇത് AB2E ആണ്. XO2ൻ്റെ എക്സാമ്പിൾ പഠിപ്പിച്ചിട്ടുണ്ടാവും ക്ലാസ്സിൽ. SO2. അപ്പോൾ AB2Eൻ്റെ ജോമെട്രി എന്താ? ജോമെട്രി ചോദിക്കുമ്പോൾ ലോൺ പെയറിനെ ബോണ്ടിനെ പോലെ തന്നെ എടുക്കണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് AB3 ടൈപ്പാണ്. AB3 ടൈപ്പ് എന്ന് പറയുമ്പം ഏതാ മക്കളെ? ട്രയാഗണൽ പ്ലനാർ. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. AB2E. മൾട്ടിപ്പിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പം 4 ബോണ്ട് ഇല്ലയെന്ന് വിചാരിക്കണ്ട, 2 ബോണ്ടായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി കേട്ടോ. പൈ ബോണ്ട് ഷേപ്പിന് എന്ത് ചെയ്യൂല? എഫക്റ്റ് ചെയ്യൂല. അടുത്തത്, വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡിക്രീസിങ് ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി? മക്കൾ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പിൻ്റെ ഓർഡർ എന്താ? ഏറ്റവും കൂടുതൽ ആരാ? ഏറ്റവും തലക്കം നിൽക്കുന്ന ഫ്ലോറിൻ. പിന്നെ നമ്മൾ വിചാരിക്കും ഓക്സിജൻ ആണ്, പക്ഷേ അത് എക്സെപ്ഷൻ ആണ്. അത് നൈട്രജൻ്റെ ആ ഫിൽഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് പിന്നെ നൈട്രജനാണ്. പിന്നെയാണ് ആർക്ക് വരിക? ഓക്സിജൻ, പിന്നെ കാർബൺ. ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക? ഓപ്ഷൻ 3. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് കേട്ടോ. ആ ലിഥിയം, ആദ്യം ഏറ്റവും കുറവ് ലിഥിയം, പിന്നെ ബോറോൺ, പിന്നെ ബെറിലിയം, പിന്നെ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലോറിൻ പഠിപ്പിച്ചതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A person add 1.71 gram of sugar in order to sweeten his tea. The number of carbon atom എന്നാണ് ചോദ്യം. അപ്പം ആഡ് ചെയ്തത്ര 1.71 gram ആണ്. ഷുഗറിൻ്റെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് 342 ആണ്. അപ്പോൾ ഇത് ചെയ്ത് എന്താ കിട്ടുകയെന്ന് അറിയാം. ഇത് ചെയ്ത് നോക്കുകൊണ്ട് മക്കൾ 5 × 10⁻. എളുപ്പമുള്ള മാത്സ് ആട്ടോ. 171 342 1/2 എന്താ? 0.5. പിന്നെ ഈ പോയിന്റുകൾ പോകുമ്പോൾ 0.5 × 10⁻². അപ്പോൾ 0.5നെ നമുക്ക് 5 × 10⁻³ എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും മോള് ആരുണ്ട്? നമ്മളെ ഷുഗർ ഉണ്ട്. നമ്പർ ഓഫ് കാർബണാറ്റാ ചോദ്യം. എടാ, ഒരു ഷുഗറിൽ എത്ര കാർബൺ ഉണ്ട്? 12 കാർബൺ ഉണ്ട്. അപ്പോൾ 5 × 10⁻³ മോളിലോ? 5 × 10⁻³ മോളിൽ × 12 ചെയ്യാം. അപ്പോൾ ഇത്രയും മോൾ എന്ത്? ഇത് മോള് ഷുഗറാണ്. ഇതോ? ഇത്രയും മോൾ കാർബണാണ്. എത്ര മോൾ കാർബൺ ഉണ്ടെന്നല്ലല്ലോ ചോദ്യം. നമ്പർ ഓഫ് കാർബൺ അല്ലേ. അപ്പോൾ മോളിനെ എങ്ങനെ നമ്പറിലോട്ട് മാറ്റുക? × അവഗാഡ്രോ നമ്പർ ചെയ്യണം. × അവഗാഡ്രോ നമ്പർ എന്ത് ചെയ്യണം? 6.02 വെച്ചിട്ട് ചെയ്യണം. ഇത് 6.02 നമുക്ക് മാക്സ് ചെയ്യുമ്പോൾ 6 ആയിട്ട് എടുക്കാം കേട്ടോ. ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എളുപ്പമാണ്. ഒരു ഷുഗറിൽ 12 കാർബണാണ്. അപ്പോൾ എത്ര ഷുഗർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഷുഗറിൻ്റെ ഗിവൺ മാസ് അറിയാം. അപ്പോൾ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ചെയ്താൽ ഇത്രയും മോൾ ഷുഗർ കിട്ടും. അപ്പോൾ ഒരു മോളിൽ 12 മോൾ കാർബൺ ആണ്. അപ്പോൾ ഇത്രയും മോളിലോ × 12 ചെയ്താൽ മതി.
അപ്പം മുകളിൽ നമ്പറിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യാം. അപ്പോൾ ഇത് മക്കളൊന്ന് വർക്കൗട്ട് ചെയ്താൽ ഏത് ഓപ്ഷനാണ് വരിക എന്നറിയോ? ഓപ്ഷൻ 1 ആൻസർ ആയിട്ട് വരും കേട്ടോ. എളുപ്പമുള്ള മാത്സാണ്, പ്രശ്നമൊന്നുമില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് ഫ്രം 392 മില്ലിഗ്രാം H2SO4. എൻ്റെ കയ്യിൽ 392 മില്ലിഗ്രാം H2SO4 ഉണ്ട്. അതിൽ നിന്നും 1.204 × 10⁻21 മോളിക്യൂൾസ് റിമൂവ് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ എത്ര H2SO4 ബാക്കിയുണ്ട് എന്നാ. അപ്പം നമുക്ക് മോളിൻ്റെ കണക്കിലെല്ലാം ചെയ്യാം. മക്കളെ ആദ്യം മോൾസ് ഓഫ് H2SO4 എന്ന് പറഞ്ഞേ. ഇങ്ങനെ മോൾസ് ഓഫ് H2SO4 കണ്ടുപിടിക്കുക. മോൾ ഓഫ് H2SO4 എത്ര ഉണ്ട്? 392 മില്ലിഗ്രാമാണ്. മില്ലിഗ്രാമിന് ഗ്രാമിലോട്ട് മാറ്റിക്കൂടെ? മില്ലിഗ്രാമിന് ഗ്രാമിലോട്ട് മാറ്റിക്കൂടെ? 392 × 10⁻³ അപ്പം ഗിവൺ മാസ് എന്താ? 392 × 10⁻³ ഗ്രാമാ. ബൈ മോളിക്കുലർ മാസ് ചെയ്യണം. H2SO4 മോളിക്കുലർ മാസ് എത്ര? 98. ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ എളുപ്പമാണ്. 392 എത്ര? 98 ഉണ്ടാവും. 4 ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 4 × 10⁻³ കിട്ടും. അപ്പോൾ ഇത്രയും മോൾ എൻ്റെ കയ്യിലുണ്ട്. എത്ര പോയി? ഇത്രയും നമ്പർ. മോളിൽ നിന്ന് നമ്പർ കുറക്കാൻ പറ്റൂല. ഈ നമ്പറിനെയും മോളിലോട്ട് മാറ്റുക. മക്കളെ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ മോള് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? തന്ന നമ്പർ ബൈ അവഗാഡ്രോ നമ്പറാണ്. അപ്പോൾ തന്ന നമ്പർ എത്ര നമ്പറാണ് പോയെ? ഇത്രയും നമ്പർ പോയി. അപ്പോൾ എത്ര മോളാ പോയെന്ന് ചോദിക്കുകയാണെങ്കിൽ തന്ന നമ്പർ ബൈ അവഗാഡ്രോ നമ്പർ ചെയ്യാം. അപ്പോൾ ഇത് മക്കളൊന്ന് വർക്കൗട്ട് ചെയ്താൽ എന്താ കിട്ടുക എന്നറിയാം? 2 × 10⁻³ കിട്ടും. 2 × 10⁻³ മോള് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത്രയും മോളാണ്. അതിൽ നിന്ന് ഈ നമ്പർ പോയി മീൻസ് ഈ നമ്പറിന് മുകളിലോട്ട് മാറ്റുക. ഒരു നമ്പർ തന്നാൽ മോള് കണ്ടുപിടിക്കാൻ തന്ന നമ്പർ ബൈ അവഗാഡ്രോ നമ്പറാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് സം ബേസിക് കൺസെപ്റ്റിൽ. അപ്പം അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും മോള് കിട്ടും. ഇത്രയും മോള് കയ്യിലുണ്ടായിരുന്നു, അതിൽ നിന്ന് ഇത്രയും പോയി. അപ്പം ഇപ്പം എത്ര ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞേ? 4 - 2 × 10⁻³ ചെയ്താൽ പോരെ? ഇത്രയും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക മീൻസ് 10⁻³ കോമൺ ആയിട്ട് എടുക്കുക. 4 - 2 അപ്പോൾ എന്ത് കിട്ടും? 2 × 10⁻³ മോള് ബാക്കിയുണ്ട്. 2 × 10⁻³ മോൾ മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? 2 × 10⁻³ മോള് നമ്മളെ കയ്യിൽ ബാക്കിയുണ്ട്. ഓക്കെ, അത്രയും എത്ര മോൾ ബാക്കിയുണ്ടെന്ന ചോദ്യം. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് ഈ ലോതർ മേയർ കേവ് ദ ഹാലജൻ ഏത് പൊസിഷനിൽ ഒക്യുപ്പൈ ചെയ്തേ? ക്ലാസ്സിൽ ഡയറക്റ്റ് പറഞ്ഞതാണ്, പഠിക്കേണ്ട പോയിന്റാണ്, ബൈഹാർട്ട് ചെയ്യേണ്ട പോയിന്റാണ്. അസെൻഡിങ് പൊസിഷൻ ഓഫ് ദി കേവ് എന്നാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ 2 നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ദ മാക്സിമം ടെൻഡൻസി ടു ഫോം ഗ്യാഷ്യസ് യൂണിപോസിറ്റീവ് അയോൺ. അതാ യൂണിപോസിറ്റീവ് അയോൺ മീൻസ് എന്താ? ഒരു ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയിട്ട് കിട്ടുന്ന ആളെ പറയുന്ന പേരാ യൂണിപോസിറ്റീവ് അയോൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ പോകാൻ ഏറ്റവും കൂടുതൽ ടെൻഡൻസി ആർക്കാന്നാ ചോദ്യം. ആർക്കായിരിക്കും മക്കളെ? ഓപ്ഷൻ 2 ആയിരിക്കും അല്ലേ? കാരണം ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ 3s2 അല്ലേ? ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ 3s1 ആണ്. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ? ഇത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണ്. എന്ത് കോൺഫിഗറേഷനാണ്? ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണ്. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ 3s2 എന്താ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക? സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യുക കേട്ടോ. അടുത്തത് ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് അയോൺ O2-. O2- എങ്ങനെ ഫോം ചെയ്യുന്നത്? ഓക്സിജൻ ഒരു ഇലക്ട്രോൺ വാങ്ങിയപ്പം O- ആയി. ഇനി ആ O- വീണ്ടും ഒരു ഇലക്ട്രോൺ വാങ്ങിയാലാണ് എന്താവുക? O2- ആവുക. ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവിടെ ഇത് എക്സോതെർമിക്കാണ്, മൈനസാണ്, ഇതെന്താ? പോസിറ്റീവാണ് അല്ലേ? സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആവാനുള്ള കാരണം എന്താ? ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. പൊതുവെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവാണ്, എക്സോതെർമിക്കാണ്. ഒരു ഇലക്ട്രോൺ വാങ്ങുമ്പോൾ എനർജി റിലീസ് ചെയ്യുക. പക്ഷേ രണ്ടാമതൊരാൾ ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോൺ വാങ്ങിയ ആൾ വീണ്ടും ഇലക്ട്രോൺ വാങ്ങിയാൽ എനർജി അബ്സോർബ് ചെയ്യുക. അതിൻ്റെ കാരണം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് പറഞ്ഞേ. ഏത് ഓപ്ഷനാ? O- അയോൺ, അതായത് ഒരു ഇലക്ട്രോൺ വാങ്ങിയ O- ആയി. ഇനി ആ O- അടുത്തോട്ട് വീണ്ടും ഇലക്ട്രോൺ വരണം എന്നുണ്ടെങ്കിൽ അവിടെ O- ചാർജ് നെഗറ്റീവ്, വരുന്ന ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾഷൻ ഓവർകം ചെയ്ത് വീണ്ടും ഇലക്ട്രോൺ അയാൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ അയാളുടെ എനർജി നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ എൻഡോതെർമിക് ആയിരിക്കും. അപ്പം O- വിൽ ടെൻ ടു റെസിസ്റ്റ് ദി അഡീഷൻ ഓഫ് അനദർ ഇലക്ട്രോൺ. അതാണ് ഓപ്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഇലക്ട്രോൺ എന്താൽപ്പി പൊതുവേ നെഗറ്റീവ് ആട്ടോ. പക്ഷേ സക്സസീവ് വാങ്ങിയ ഒരാൾ വീണ്ടും ഇലക്ട്രോൺ വാങ്ങുമ്പം അത് പിന്നെ എന്തെന്താൽപ്പിയ? പോസിറ്റീവാണ്. ആ ഇലക്ട്രോൺ എന്താൽപ്പി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇലക്ട്രോൺ വാങ്ങിയ ഒരാളുടെ ചാർജ് നെഗറ്റീവാണ്. ഇനി അങ്ങോട്ട് വീണ്ടും ഒരു ഇലക്ട്രോൺ വരണം എന്നുണ്ടെങ്കിൽ റിപ്പൾഷൻ ഓവർകം ചെയ്തിട്ട് വരണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ എനർജി അബ്സോർബിങ് ആണ്. അതുകൊണ്ട് എന്താണ്? പോസിറ്റീവ് വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ O- വിൽ ടെൻ ടു റെസിസ്റ്റ് ഇനി രണ്ടാമതായിട്ട് വരുന്ന ഇലക്ട്രോണിൻ്റെ വരവ് എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. കാരണം ഡ്യൂ ടു റിപ്പൾഷൻ. അടുത്തത് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഫോട്ടോൺ. നമ്പർ ഓഫ് ഫോട്ടോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അയാളുടെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, അയാളുടെ എനർജിയും തന്നിട്ടുണ്ട്.
മക്കൾ ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് അറിയാലോ, എനർജി ഈസ് ഈക്വൽ ടു ഒരു ഫോട്ടോയുടെ എനർജി എന്താ എച്ച് ന്യൂനെ മാറ്റിയിട്ട് ഇതിവിടെ വേവ് ലെങ്ത് ആയതുകൊണ്ട് ന്യൂനെ എന്ത് ചെയ്യുക സി ബൈ ലാംഡ എന്ന് എഴുതാം. അപ്പോൾ ഈ സി ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡയാണ് ഒരു ഫോട്ടോൺ. 2 ഫോട്ടോൺ ആണെങ്കിലോ 2 HC ബൈ ലാംഡ, 10 ആണെങ്കിലോ 10 HC ബൈ ലാംഡ, n ആണെങ്കിലോ n HC ബൈ ലാംഡ. അപ്പോൾ n ആണ് അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോണ് കണ്ടു, എനർജി തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്, എച്ച് എനിക്കറിയാം, സിയും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ ഇക്വേഷൻ എന്താ, n ഈസ് ഈക്വൽ ടു ഇ ലാംഡ ബൈ എച്ച് സി. എനർജി എന്താ മക്കളെ തന്നിട്ടുണ്ടല്ലോ 1 ജൂൾ. ലാംഡ എത്ര തന്നിട്ടുണ്ടല്ലോ 3960. ആങ്സത്തിനെ മീറ്ററിലോട്ടെങ്കിൽ മാറ്റുക 10⁻10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. എച്ചിൻ്റെ വാല്യൂ അറിയാം 6.6 ഇൻറ്റു 10⁻34. സീൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 3 ഇൻറ്റു 10⁸8. ഇത് മക്കൾ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത ആൻസർ എന്ത് കിട്ടും, ഓപ്ഷൻ 4 ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അടുത്തത് ദ തേർഡ് ലൈൻ ഓഫ് ബാമർ സീരീസ് എവിടുന്ന് എങ്ങോട്ട് വരിക എന്നാ ചോദ്യം. മക്കൾ ബാമർ സീരീസിൻ്റെ N1 ഏതാ, ലൈമാൻ്റെ N1 1 ബാമറിൻ്റെ 2 പാഷൻ്റെ 3 ഒക്കെ പഠിച്ചതാ. അപ്പോൾ ബാമറിൻ്റെ N1 ബാമറിനല്ലേ ലൈമാൻ ബാമറിൻ്റെ N1 എന്താ 2 ഏത് ലൈന്, തേർഡ് ലൈൻ. ഞാൻ എത്രാമത്തെ ലൈനാന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ തേർഡ് ലൈനാണെങ്കിൽ അയാളുടെ N1 എന്താണോ 2 ആണ്. തേർഡ് ലൈൻ ചോദിക്കുകയാണെങ്കിൽ ആ 2നെ കൊണ്ട് 3 ആഡ് ചെയ്യുക, അപ്പോൾ 5 അപ്പോൾ 5ൽ നിന്നും 2ലോട്ട് വരുന്ന ലൈനായിരിക്കും തേർഡ് ലൈൻ. അപ്പോൾ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യണ്ടേ, ഓപ്ഷൻ 2 എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓപ്ഷൻ 2 മാർക്ക് ചെയ്താൽ മതി കേട്ടോ, എളുപ്പം. അടുത്ത് ദ വിവിധ് ഭാരതി സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ, അയാളുടെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് ആണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. മക്കളെ സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ അല്ലേ, എല്ലാവർക്കും അറിയാലോ, സി ഈക്വൽ ടു ന്യൂ ലാംഡ. അപ്പോൾ ഫ്രീക്വൻസി ഈക്വൽ ടു എന്താ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, വേവ് ലെങ്ത് കണ്ടുപിടിക്കണ്ടേ അല്ലേ. സി ഈക്വൽ ടു ന്യൂ ലാംഡ, അപ്പോൾ ലാംഡ സി ഈക്വൽ ടു സി ബൈ ന്യൂ. സി നമുക്ക് എല്ലാവർക്കും അറിയാം 3 ഇൻറ്റു 10⁸8 മീറ്റർ/സെക്കൻഡ്. ഫ്രീക്വൻസി എന്നിട്ടുണ്ട് 1368 കിലോ ഹേർട്സ്. അപ്പോൾ ഹേർട്സിലോട്ട് മാറ്റാൻ ഇൻറ്റു 10⁻3 ചെയ്യണം. ഇത് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക എന്നറിയോ, 219.3 കിട്ടുക. അപ്പോൾ അങ്ങനത്തെ 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ, 3 ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷൻ അല്ലേ, അപ്പോൾ ഇത് എന്ത് വേവ് ആയിരിക്കും, റേഡിയോ വേവ് ആയിരിക്കും. എന്താ റേഡിയോ വേവ് ആയിരിക്കും, അതുകൊണ്ട് 219.3 റേഡിയോ വേവ്. ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക, സെക്കൻഡ് ഓപ്ഷൻ മാർക്ക് ചെയ്യുക. അതിൽ റേഡിയോ വേവിൻ്റെ ഓർഡർ ഉണ്ട്, ഏകദേശം 219.3 ഒക്കെ ഏത് റേഞ്ചിലാണ് വരിക, റേഡിയോ വേവിലാണ് എന്ത് ചെയ്യുക വരിക കേട്ടോ. അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ, അടുത്തത് എ സിഗ്മ ബോണ്ടഡ് മോളിക്യൂൾ MX3 ടി ഷേപ്പ്ഡ്. ദ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ്, ടി ഷേപ്പ് ഒക്കെ മക്കൾ പഠിച്ചതാണല്ലോ, ടി ഷേപ്പ് മക്കൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ക്ലാസ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ടി ഷേപ്പ് എങ്ങനെയാണ് വരിക, ഇതാണ് ടി ഷേപ്പ്. ഇവിടെ 2 ലോൺ പെയർ ഉണ്ടാകും അല്ലേ. നിങ്ങൾ CLF3 ഒക്കെ പഠിച്ചിട്ടുണ്ട്. CLF3ൻ്റെ കേസിലൊക്കെ CLF3യിലൊക്കെ ടി ഷേപ്പ് ആവാൻ കാരണം അവിടെ 3 ബോണ്ടും ബാക്കി 2 ലോൺ പെയറും ഉണ്ട്. അപ്പോൾ ടി ഷേപ്പിന് എത്ര ലോൺ പെയർ ഉണ്ടാകും എന്നാ ചോദ്യം. എത്ര ലോൺ പെയർ ഉണ്ടാകും ഇവിടെ, 2 ലോൺ പെയർ ഉണ്ടാകും. ഓക്കെ, എളുപ്പമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാ കേട്ടോ. AB3E2. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോളിക്കുലർ സ്പീഷീസ് ഹാവിങ് ഹയസ്റ്റ് ബോണ്ട് ഓർഡർ. ഓരോന്ന് നമുക്ക് നോക്കാം. O2 നോക്കിക്കേ, O2 16 ഇലക്ട്രോണാണ്. നിങ്ങൾ ആ ടേബിൾ ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് ഓരോന്നിനും കോൺഫിഗറേഷൻ എഴുതിയിട്ട് ½ × NB - N എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എൻട്രൻസിന്. അപ്പോൾ 16 ഇലക്ട്രോണിൻ്റെ ബോണ്ട് ഓർഡർ നമ്മൾ അതിലുണ്ടാകും, 2 ആയിരിക്കും ബോണ്ട് ഓർഡർ വരിക. ഇനി O2 മൈനസ് ആകുമ്പോൾ 17 ഇലക്ട്രോണാണ് അല്ലേ, 16 ഒരു ഇലക്ട്രോൺ വാങ്ങിയതല്ലേ, മൈനസ് ചാർജ് മീൻസ്. അപ്പം 17ൻ്റെ ബോണ്ട് ഓർഡർ എത്ര, 1.5 ആയിരിക്കും അതിലുണ്ടാവുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. O2 പ്ലസ് എത്ര, 15 ഇലക്ട്രോണാണ്, 14 3 15 2.5 അല്ലേ, പഠിച്ചിട്ടുണ്ട്. O2 2 മൈനസ് ഓടാ 18 ഇലക്ട്രോണാണ്, 18 ഇലക്ട്രോൺ ബോണ്ട് ഓർഡർ 1 ആയിരിക്കും കേട്ടോ. ആ ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതലായിരിക്കുക O2 പ്ലസിനാ. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ഓപ്ഷൻ 3 മാർക്ക് ചെയ്യാം. അടുത്തത് ദ സ്പെസിഫൈ ദ കോർഡിനേഷൻ ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് N and B ആറ്റം ഇൻ 1 കോംപ്ലക്സ്. അതായത് ഇതിൻ്റെ ഇതൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇത് ആക്ച്വലി കോർഡിനേഷൻ ബോണ്ട് എന്നുള്ള ബോണ്ടൊക്കെ ഉണ്ട്. അത് നിങ്ങൾ +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഒന്ന് കൂടെ പഠിച്ചു വെച്ചോളൂ. ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ടാണ് ചോദ്യം. ഇതിലുള്ള നൈട്രജൻ്റെയും ബോറോൻ്റെ ഹൈബ്രിഡൈസേഷനാണ് ചോദ്യം. മക്കൾ വെറും NH3 ആണ് നിങ്ങൾക്ക് അറിയാം sp3 ആണ്, വെറും BF3 ആണ് നിങ്ങൾക്ക് അറിയാം sp2 ആണ്. ഇത് വെറും BF3 അല്ല, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾ ഒരു ബോണ്ടും കൂടി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ sp2 നിന്ന് sp3ലോട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഈ ബോറോൻ്റെ അടുത്ത് ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, പിന്നെ ഇവിടെ 4 ബോണ്ടും ഉണ്ട്.
അപ്പോൾ 4 സിഗ്മ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 4 സിഗ്മ ബോണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 4 ഓർബിറ്റൽസിന് ഹൈബ്രിഡൈസേഷൻ നടക്കണം. അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ആയിരിക്കും. അതേപോലെ നൈട്രജൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 സിഗ്മ ബോണ്ട് ഉണ്ട്, പിന്നെ ഒരു ബോണ്ട് ഇയാളുമായിട്ടും ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ നൈട്രജൻ ഇവിടെ നൈട്രജൻ ടോട്ടൽ 4 ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 4ഉം സിംഗിൾ ബോണ്ടാണ്. 4 സിംഗിൾ ബോണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 4 സിഗ്മ ബോണ്ടുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 4 ആൾക്ക് ഹൈബ്രിഡൈസേഷൻ നടക്കണം. അതുകൊണ്ട് ഇയാളുടെ ഹൈബ്രിഡൈസേഷൻ എന്താ? sp3. ഇതിൽ 2 ആളുടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം കേട്ടോ. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട മക്കൾ, കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പഠിപ്പിക്കും കേട്ടോ. ഓക്കെ, അടുത്തത് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ 2.8 ലിറ്റർ ഓഫ് ഡൈ അറ്റോമിക് ഗ്യാസ്. 2.8 ലിറ്റർ ഉണ്ട് അല്ലേ, എൻ്റെ STP അല്ലേ. വോളിയം നിന്നാൽ എങ്ങനെയാണ് മോള് കണ്ടുപിടിക്കുക? ബൈ 22.4 ചെയ്യണം. ബൈ എന്ത് ചെയ്യണം? 22. തന്ന വോളിയം ബൈ 22.4 ചെയ്യണം. തന്ന വോളിയം ലിറ്ററിലാണെങ്കിൽ ബൈ 22.4 ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും മോളുണ്ട്. ഇത് എത്ര ആറ്റം ഉണ്ടെന്നാണ് ചോദ്യം. മോളിനെ എങ്ങനെ നമ്പറിലോട്ട് മാറ്റുക? ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യണം. അപ്പോൾ ഇത്രയും മോളിക്യൂൾ ഉണ്ട്. ഇതാണ് ഡൈ അറ്റോമിക് ഗ്യാസാണ്. അപ്പോൾ ഇത്രയും മോളിക്യൂൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പം ഇതാണ് മോൾ ഓഫ് ആ മോളിക്യൂൾ എത്ര ഡൈ അറ്റോമിക് ഗ്യാസ് ആണോ അയാളുടെ മോളാണിത്. അപ്പോൾ നമ്പർ ചോദിക്കുമ്പോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്യണം. പക്ഷേ ആ മോളിക്യൂൾസിൻ്റെ നമ്പറല്ല ചോദ്യം, ആറ്റത്തിൻ്റെ നമ്പറാണ് ചോദ്യം. ഒരു മോളിക്യൂളിൻ്റെ നമ്പർ കിട്ടിയാൽ ആറ്റത്തിൻ്റെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻറ്റു അറ്റോമിസിറ്റി ചെയ്യണം. ഇത് ഡൈ അറ്റോമിക് ആയതുകൊണ്ട് ഇൻറ്റു എന്ത് ചെയ്യണം? 2 ചെയ്യണം. ഇത് ചെയ്ത് നോക്കിയാൽ മതി. ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ 4 ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 0.833 മോൾ ഓഫ് കാർബോഹൈഡ്രേറ്റ് വിത്ത് എംപിരിക്കൽ ഫോർമുല CH2 has 10 gram ഹൈഡ്രജൻ. അയാളുടെ മോളിക്കുലർ ഫോർമുലയാണ് ചോദ്യം. അതായത് എൻ്റെ കയ്യിൽ 0.833 മോൾ കാർബോഹൈഡ്രേറ്റിന് 10 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ 1 മോൾ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? അതായത് 10/0.833. ഇത് വർക്കൗട്ട് ചെയ്താൽ 12 ഗ്രാമാണ് കിട്ടുക. അതായത് 1 മോൾ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ 12 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാവും. ആൻസർ കിട്ടി. ഇവിടെ 1ൽ 12 ഉണ്ടല്ലോ, ഇവിടെ 1ൽ 5 അല്ലുള്ളൂ, ഇവിടെ 1ൽ 4 അല്ലുള്ളൂ, ഇവിടെ 1 ഉണ്ടെങ്കിൽ 10 അല്ലുള്ളൂ. അപ്പോൾ 1 മോൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ 10 മോൾ H ഉണ്ടാവുള്ളൂ. 10 മോൾ Hൻ്റെ മാസ്റ്ററേ 10. 0.833 മോളിൽ 10 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? 1 മോളിൽ ഇത് മോളാട്ടോ. 0.833 മോളിൽ 10 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 1ൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ 1 മോൾ കോമ്പൗണ്ട് എടുത്താൽ 12 ഗ്രാം ഹൈഡ്രജൻ വേണം. 1 മോൾ ഹൈഡ്രജൻ്റെ മാസാണ് 1. അപ്പോൾ 12 ഗ്രാം മീൻസ് 12 മോൾ H ഉണ്ടാവും. അപ്പോൾ 1ൽ 12 ഉള്ള ആൾ നോക്കിയാൽ മതി. ഇവിടെ ഒറ്റ മോളിക്യൂളിൽ തന്നെ 12 H ഉണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്താൽ മതി? ഓപ്ഷൻ 1 മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലാറ്റീസ് എനർജി. പൊതുവെ ലാറ്റീസ് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസും കേട്ടോ. പൊതുവെ അങ്ങനെ പറയാം. എല്ലാത്തിൻ്റെയും ചാർജ് സെയിമാണ്. കാരണം എല്ലാം സെക്കൻഡ് ഗ്രൂപ്പിലത്തെ ആൾക്കാരാണ് അല്ലേ. മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം എല്ലാത്തിൻ്റെയും ചാർജ് +2+2+2+2. അപ്പോൾ ചാർജ് എല്ലാവർക്കും സെയിമാണ്. അപ്പോൾ ഇനി സൈസ് നോക്കാം. നമുക്ക് ആദ്യം ചാർജ് നോക്കുക, പിന്നെ സൈസ് നോക്കിയാൽ മതി കേട്ടോ. ചാർജ് എല്ലാം സെയിം ആയതുകൊണ്ട് ഇനി സൈസ് നോക്കാം. സൈസ് കുറയുമ്പോഴാണ് ലാറ്റീസ് എൻതാൽപ്പി കൂടുക. സൈസ് ഏറ്റവും കുറവാരാ? ഗ്രൂപ്പിൻ്റെ താഴോട്ട് വരുമ്പോൾ സൈസ് കൂടുകയല്ലേ. ഇപ്പോൾ മുകളിൽ നിൽക്കുന്ന ആളുടെ സൈസ് കുറവ്. അപ്പോൾ സൈസ് കുറയുമ്പോൾ ലാറ്റീസ് എൻതാൽപ്പി കൂടും. ഇതിൽ ഏറ്റവും മുകളിൽ ആരാ? മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ചാർജ് എല്ലാം സെയിം. ഇനി സൈസ് കുറവുള്ള ആൾക്കാർ ലാറ്റീസ് എൻതാൽപ്പി കൂടുക. സൈസ് കുറവുള്ള ആളാരാ? മഗ്നീഷ്യം, പിന്നെ കാൽഷ്യം, പിന്നെ സ്ട്രോൺഷ്യം, പിന്നെ ബേരിയം. ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക? ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദി നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ പെയർ ഇൻ O2 2- മോളിക്യൂൾ അയോൺ ഓൺ ദി ബേസ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. നമുക്ക് നോക്കാം. O2ൻ്റെ നമുക്ക് എഴുതി കൂടെ മക്കളെ. O2ൻ്റെ കോൺഫിഗറേഷൻ എന്താ പറഞ്ഞേ? സിഗ്മ, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പിന്നെ ആരാ? സിഗ്മ 2pz2, പിന്നെ π2px2 ഈക്വൽ ടു π2py2, പിന്നെന്താ? പൈ സ്റ്റാർ 2px1 ഈക്വൽ ടു പൈ സ്റ്റാർ 2py1. ഇതാണ് 16 ഇലക്ട്രോൺ ഉള്ള ഓക്സിജൻ്റെ കേസിൽ. ഇത് ഓക്സിജൻ അല്ല, ആ ഓക്സിജൻ 2 ഇലക്ട്രോൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ കൂടി വന്നിട്ടുണ്ട്. എടാ ഇവരുടെ എനർജി സെയിം അല്ലേ, ഡീജനറേറ്റ് അല്ലേ. എനർജി സെയിം ആയിട്ടുള്ള ഓർബിറ്റിൽ എങ്ങനെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക? ആദ്യം ഓരോന്നും കൊടുത്തു. ഇനി 1 ഇലക്ട്രോൺ കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും കൂടി കൊടുക്കുക, 2. അപ്പോൾ 1 എന്തായി? 2 ആയി. എക്സ്ട്രാ 2 ഇലക്ട്രോൺ വന്നിട്ടില്ലേ,
അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടി ഉണ്ട് ബാക്കി, അത് ഇവിടെയും കൊടുത്തു. അപ്പോൾ ഇതാണ് O2 2 മൈനസിൻ്റെ. അപ്പോൾ O2ൻ്റെ നമ്മൾ വരക്കാൻ പഠിച്ചിട്ടുണ്ട്. O2ൻ്റെ അറിയുന്ന ആൾക്ക് O2 2 മൈനസ് വരക്കാൻ ഒരു പണിയുമില്ല. O2ൻ്റെ വരക്കുക, അങ്ങോട്ട് 2 ഇലക്ട്രോണും കൂടി എന്ത് ചെയ്യുക, എക്സ്ട്രാ ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് O2 2 മൈനസ്. അവിടെ ആൻറ്റി ബോണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് നോക്കണ്ടേ. ആൻഡ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ പെയർ ആട്ടോ. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ അവിടെ എത്ര 8 ഇലക്ട്രോൺ ആയി. എത്ര പെയറാ? ഒരു പെയർ ചോദിക്കുമ്പോൾ ബൈ 2 ചെയ്യണ്ടേ അല്ലേ? ഒരു പെയർ ചെരുപ്പ് എന്താ, ആക്ച്വലി 2 ചപ്പലല്ലേ, അതിനാണ് നമ്മൾ ഒരു പെയർ എന്ന് പറയാം. അപ്പോൾ 8 ഇലക്ട്രോൺ പറയുന്ന പേരെന്താ, 4 ഇലക്ട്രോൺ പെയർ എന്നല്ലേ പറയാം. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യണം, ഓപ്ഷൻ 4 മാർക്ക് ചെയ്യണം മക്കൾ. അപ്പോൾ ഇത്ര 50 ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, ഇത്രയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് വീണ്ടും പഠിക്കാം. കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ടഫായിരിക്കും, അത് നിങ്ങൾ കിട്ടാത്തത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സൊല്യൂഷൻ നോക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യുക, പഠിക്കുക. അടുത്ത എക്സാമിന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, അത് കിട്ടണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എല്ലാം കിട്ടുന്നത് നിങ്ങൾ വാശി പിടിക്കണം. ഇതെല്ലാ സമയത്തും ഞാൻ പറയുന്ന കാര്യമാണത്. അപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻ സൊല്യൂഷൻ നോക്കിയിട്ടെങ്കിലും മക്കൾ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. നല്ലപോലെ പഠിക്കുക. അടുത്ത എക്സാമിൽ നല്ല സ്കോർ വാങ്ങുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.